ഇപ്പോൾ പറഞ്ഞതുപോലെ 3 പാളത്തിലോടുന്ന തീവണ്ടി എന്നതാണ് ഇത് ഡിസൈൻ ചെയ്തവർ ഇട്ടിരിക്കുന്ന ഒരു ടൈറ്റിൽ. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CV ബാലകൃഷ്ണൻ എന്ന എഴുത്തുകാരൻ, പ്രാഥമികമായും എഴുത്തുകാരൻ്റെ 3 വ്യത്യസ്ത സർഗവ്യാപാരങ്ങൾ, മേഖലകളെ സൂചിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ഒരേ സമയം കഥാകാരനാണ്, നോവലിസ്റ്റാണ്, എഴുത്തുകാരനാണ്, അതോടൊപ്പം സിനിമയുടെ മേഖലയിലും ഉണ്ട്, പിന്നെ സഞ്ചാര സാഹിത്യത്തിൻ്റെ മേഖലയിലുമുണ്ട്. ഇങ്ങനെയുള്ള 3 പാളങ്ങളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ പാളങ്ങൾ ഇനിയും കൂടുതലുണ്ട് CV ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം വളരെ മുമ്പ് തന്നെ ഒരു പത്രപ്രവർത്തകനായിരുന്നു. 980കളുടെ തുടക്കത്തിൽ ദേശാഭിമാനിക്ക് വേണ്ടിയിട്ട് കൽക്കത്തയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോൺ ഫിക്ഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ജേർണലിസ്റ്റിക് റൈറ്റിങ്ങിലും മികവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. വളരെ പ്രശസ്തരായ ഒരുപാട് പേരെ അഭിമുഖം നടത്തിയിട്ടുണ്ട്, ഒരുപാട് പേരുമായി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. സത്യജിത് റേയെ പോലെയുള്ളവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, മദർ തെരേസയെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ജ്യോതി ബസുവിനെ പലതവണ സന്ദർശിക്കുകയും അഭിമുഖം നടത്തുകയും ചെയ്തിട്ടുണ്ട്, പഴയ ബംഗാൾ മുഖ്യമന്ത്രിയെ. അങ്ങനെ പലരെയും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നുള്ള സിനിമ ഒരുപാട് കൽക്കത്തയിലും ഡൽഹിയിലുമുള്ള രാജ്യാന്തര ചലച്ചിത്രമേളകൾ പത്രത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം സമാഹാരമായി നേർക്കാഴ്ചകളുടെ നേര് എന്ന ഈ ജേർണലിസ്റ്റിക് റൈറ്റിങ്ങിൻ്റെ അഭിമുഖങ്ങളുടെ മാത്രം ഒരു സമാഹാരം വേറെ ഒരു പുസ്തകം തന്നെയുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അത് വേറെ ഒരു പാളമാണ്. അങ്ങനെ വിവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം വളരെ നല്ല കോൺട്രിബ്യൂഷൻ മലയാള സാഹിത്യത്തിന് നൽകി. അത് പ്രധാനമായും അന്ന് ബുക്കർ പ്രൈസ് നേടിയിരുന്ന ഹാൻഗാങ് എന്ന കൊറിയൻ എഴുത്തുകാരിയുടെ വെജിറ്റേറിയൻ എന്ന നോവൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് CV ബാലകൃഷ്ണനാണ്. ആ നോവൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി കഴിഞ്ഞ് പിന്നെ എത്രയോ കാലത്തിന് ശേഷമാണ് ഹാൻഗാങ്ങിന് നോബൽ പ്രൈസ് കിട്ടുന്നത് സാഹിത്യത്തിനുള്ള. അതിന് ശേഷമാണ്. അതുപോലെ തന്നെ ഹെമിംഗ്വേയുടെ കിഴവനും കടലും പലരും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് വളരെ വ്യത്യസ്തമായ, ഒരുപക്ഷെ കുറേ കൂടി നോവലിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള വളരെ വ്യത്യസ്തമായ ഒരു പരിഭാഷ ശ്രീ CV ബാലകൃഷ്ണൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിങ്ങനെ ഉള്ള കാര്യങ്ങളും കൂടെ ചർച്ച ചെയ്യേണ്ടി വരും. ഈ തീവണ്ടി എന്നത് ഒരു പുരാവസ്തുവാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ട് കൽക്കരി കത്തിച്ച് ഓടിക്കൊണ്ടിരുന്ന കാലത്തായിരിക്കാം ആ പേര് വന്നത്. ഇന്ന് തീവണ്ടിക്ക് ഇലക്ട്രിസിറ്റിയാണ്, അല്ലെങ്കിൽ വേറെ പല ഊർജവും എനർജിയും ഒക്കെ വെച്ചിട്ടാണ് തീവണ്ടി പായുന്നത്. CV ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഒരു തീവണ്ടിയായി രൂപകമായി മാറ്റിക്കൊണ്ടാണ് ഈ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അനുഭവങ്ങൾ, യാത്രയിലൂടെ നേടിയ അനുഭവങ്ങൾ, സൂക്ഷ്മ നിരീക്ഷണങ്ങൾ, കുട്ടിക്കാലം മുതലേയുള്ള എഴുത്തിനോടും സിനിമയോടും ഇങ്ങനെ കലാപ്രവർത്തനത്തോടുള്ള അഭിനിവേശം, തൻ്റെ നാട്ടിൽ നിന്നും തൻ്റെ പ്രദേശത്തു നിന്നും വളരെ വ്യത്യസ്തരായ അഥവാ യുണീക്കായിട്ടുള്ള ചില കഥാപാത്രങ്ങളെ കണ്ടെടുക്കാനുള്ള ശേഷി, ഇങ്ങനെയുള്ള ഒരുപാട് കഴിവുകളാണ് ഈ തീവണ്ടിയുടെ ഇന്ധനം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും നമുക്കിത് 3 ഭാഗങ്ങളായിട്ട് വിഭജിക്കേണ്ടി വരും. പറയുമ്പോൾ അത് ആദ്യം എഴുത്ത് തന്നെയാണ്, പ്രാഥമികമായും എഴുത്താണ്. ഒരു പരിധിവരെ എഴുത്തിൽ നിന്നാണ് മറ്റ് സിനിമയിലേക്കും എല്ലാം പോകുന്നത്, എല്ലാം എഴുത്തുകാരാണ്. പക്ഷേ പലപ്പോഴും സിനിമയുടെ മേഖലയിൽ മാത്രം വ്യാപരിക്കുന്ന ഒരാൾക്ക് കഥാകാരൻ എന്ന നിലയ്ക്കോ നോവലിസ്റ്റ് എന്ന നിലയ്ക്കോ വിജയിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ കഥാകാരന്മാരും നോവലിസ്റ്റുകളുമായ ഒരുപാട് ആളുകൾ നമുക്കുണ്ട്. അവരൊക്കെ സിനിമാ മേഖലയിലേക്ക് ചിലപ്പോൾ കടക്കാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്തവരുണ്ട്. അതിൽ വലിയ വിജയം വരിച്ച MT വാസുദേവൻ നായരെ പോലുള്ള ആളുകളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതിനെ 3 ഭാഗങ്ങളായി എന്തായാലും നമുക്ക് വിഭജിക്കാം. തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പം തന്നെ ഒരു എഴുത്തുകാരനായിരുന്നു എന്ന് പറഞ്ഞൊരു ഭൂതകാലമല്ല CV അടയാളപ്പെടുത്തേണ്ടത്. ഈ ആഴ്ച പുറത്തിറങ്ങിയ ഈ ലക്കം മാതൃഭൂമി ആഴ്ച പതിപ്പിൽ CV ബാലകൃഷ്ണൻ്റെ ഒരു കഥയുണ്ട്, ക്രിസ്മസ് ആഗമം എന്ന് പറഞ്ഞൊരു കഥ. എങ്ങനെ കഥ എഴുതണമെന്നതിനെക്കുറിച്ച്, കഥയുടെ ഒരു സ്ട്രക്ചർ എന്തായിരിക്കണമെന്നത് നമുക്ക് കാണിച്ചു തരുന്ന അത്രയും മനോഹരമായ, അതിന് ഭയങ്കരമായ അഭിനന്ദനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നൊരു കഥയാണത്. അങ്ങനെ സജീവമായി ഇപ്പോൾ എഴുത്തിൽ നിൽക്കുന്ന കഥയുടെ യൗവനം കൂടിയാണ് ഇരിക്കുന്ന CV ബാലകൃഷ്ണൻ. അതോടൊപ്പം ഒരു 2 ആഴ്ച മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പരമ്പര വേറെ ഒരു വാരികയിൽ അവസാനിച്ചത്. ആ പരമ്പരയുടെ പേര് എഴുത്തിൻ്റെ അൾത്താര എന്നാണ്. സത്യത്തിൽ നമുക്ക് എഴുത്തിൻ്റെ അൾത്താര ഒരേ സമയം CV-യുടെ ആത്മകഥാംശമുള്ള കുറിപ്പുകളാണ്, അതിൽ സിനിമയും സഞ്ചാരവും ഒക്കെ കടന്നു വരുന്നുണ്ട്. എന്നാൽ അതിലൊരു നല്ല ഫിക്ഷൻ്റെ സ്വഭാവമുണ്ട്. ആ എഴുത്തിൻ്റെ അൾത്താരയിലൂടെ ഉള്ള
ഒരു നടത്തം, ആ നടത്തം CV തന്നെ പറഞ്ഞുകൊണ്ട് നമുക്കിത് തുടങ്ങാം എന്ന് തോന്നുന്നു. ജയൻ ശിവപുരം എത്രയോ വർഷങ്ങളായിട്ടുള്ള എൻ്റെ സുഹൃത്താണ്. അതുകൊണ്ട് എന്നെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ആളാണ് ജയൻ. അപ്പോൾ എഴുത്തിൻ്റെ വിശദാംശങ്ങൾ മുഴുവനും അറിയാം, ജീവിതത്തിൻ്റെ വിശദാംശങ്ങളും ജയന് അറിയാം. ഞാൻ ഏറ്റവും ഒടുവിൽ എഴുതിയ ഈ എഴുത്തിൻ്റെ അടുത്താര വായിച്ചിട്ടുണ്ട്, ക്രിസ്മസ് ആഗമം വായിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ അവിടെ പറഞ്ഞ ഹാൻകാങ്ങിൻ്റെ പുസ്തകം, ഞാൻ എൻ്റെ ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷനാണത് മലയാളത്തിൽ അത് ചെയ്തത്. കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ആ നോവൽ ഒരു ഭാഷയിൽ വിവർത്തനം ചെയ്യപ്പെട്ട് വരുന്നത്. അത് നോബൽ പുരസ്കാരം അവർക്ക് കിട്ടിയപ്പോൾ, എനിക്ക് അങ്ങനെ കിട്ടിയപ്പോൾ അവരുടെ ലണ്ടനിലെ ഏജൻറ്റ് പറഞ്ഞത് ഇങ്ങനെ ഇന്ത്യയിലെ ഒരു ഭാഷയിൽ അത് വന്നിട്ടുണ്ട്, അത് ഇന്ന പോലെ ഒരു പ്രസാധകരാണ് പബ്ലിഷ് ചെയ്തത് എന്ന്. അപ്പോൾ ആ പുസ്തകം പിന്നീട് അവർക്ക് നോബൽ പുരസ്കാരം കിട്ടി. അതിപ്പോഴത് DC ബുക്സ് അത് വീണ്ടും അതിൻ്റെ പതിപ്പുകൾ വന്നു. അത് വളരെ വ്യാപകമായിട്ട് അത് വായിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ മറ്റേ അവസാനം എഴുതിയ പരമ്പര എഴുത്തിൻ്റെ അടുത്താര, ഞാൻ അതിൻ്റെ ഒരു 2ാം ഭാഗം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അത് അതെയോ? മൈക്കിന് കുഴപ്പമില്ല, പിടിക്കുന്നതാ? ഈ മറ്റേ ഇതില്ലല്ലോ അല്ലേ, വയ്ക്കുന്ന മൈക്കുണ്ടോ? അതെയോ? ഉണ്ടോ? അതിനൊന്നും ഇത് പിടിച്ചിട്ട് സംസാരിക്കാൻ പറ്റുമോ? അപ്പം എഴുത്തിനെ ഞാൻ കാണുന്നത് ഒരു അൾത്താരയായിട്ടാണ്. ഞാൻ അതിനൊരു ആമുഖക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്, പുസ്തകം ഇപ്പോൾ ഈ മാസം ഇറങ്ങുകയാണ്. അപ്പോൾ അതിന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ അൾത്താര എന്ന് പറയുന്ന ആ വേദി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സിനിമയിലാണ്. 60കളിൽ പൊൻകുന്നംപരയ്ക്ക് എഴുതിയിട്ടുള്ള ഒരു സിനിമയുണ്ട് അൾത്താര, അദ്ദേഹം തന്നെയാണത് സംവിധാനം ചെയ്തത്. അതിലൊരു അച്ഛനാണ് കേന്ദ്ര കഥാപാത്രം. അപ്പം ഞാനത് ഓർമ്മിച്ച് നോക്കി, എവിടെയാണ് അൾത്താര ആദ്യം കണ്ടതെന്ന്. അപ്പോൾ ഈ സിനിമയിലാണ് ആദ്യം കണ്ടിട്ടുള്ളത്. പിന്നീട് ഞാൻ സെൻറ്റ് പോൾസ് കത്തീഡ്രല്, ലണ്ടനിലെ കത്തീഡ്രലുകൾ, അതുപോലെ സ്കോട്ട്ലൻഡിലെ കത്തീഡ്രലുകൾ, പള്ളികൾ, അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഈ അൾത്താരയുടെ മുമ്പിൽ ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ രചന പ്രക്രിയ നടത്തുന്നത് ഇതേപോലെ ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. നമ്മൾ പുരോഹിതർ അവിടെ അർപ്പിക്കുന്ന ദിവ്യ ബലിക്ക് സമാനമായിട്ടുള്ള ഒരു ബലിയാണ് എഴുത്തിലൂടെ നിർവഹിക്കപ്പെടുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ ആ എഴുത്തിൻ്റെ ആൾത്താര എന്ന് പറയുന്ന ശീർഷകം അതിനെ നൽകിയത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ വളരെ ചെറിയ പ്രായത്തിലാണ് എഴുതാൻ വേണ്ടി തുടങ്ങിയത്. ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എഴുതിയതാണ്. ഞാൻ ആദ്യം എഴുതിയിട്ടുള്ളത് റേഡിയോ നാടകങ്ങളാണ്. അത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതിയിട്ടുള്ള റേഡിയോ നാടകമാണ് എൻ്റെ ആദ്യത്തെ സൃഷ്ടി. അതിനുശേഷം റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നാടകങ്ങൾ കോഴിക്കോട് നിലയത്തിന് വേണ്ടിയിട്ടും ഈ മുഴുവൻ നിലയങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെയുള്ള ഈ ഓണക്കാലത്തെ നാടകോത്സവങ്ങളിൽ വലിയ ഈ രീതിയിലുള്ള 1 മണിക്കൂർ നാടകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് പിന്നീട് എൻ്റെ സിനിമയായി തീർന്ന ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ. ഇതേപോലുള്ള നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പല പാളങ്ങളിൽ ഓടുന്ന ഒരു തീവണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നല്ല, പല പാളങ്ങൾ. അതിനകത്ത് തീവണ്ടി എന്ന് പറയുന്നത് എനിക്ക് വളരെ ഒരു ജയനോട് പറഞ്ഞ പോലെ നമ്മുടെ ഒരു വലിയ ഗൃഹാതുരത്വമാണ് തീവണ്ടി. ഒരു ജീവിതത്തിലെ ഒരു വലിയ ഗൃഹാതുരത്വമാണ്. കാരണം അത് തീവണ്ടി വെച്ചിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. സത്യജിത് റായിയുടെ ഫാദർ പാഞ്ചാലി തൊട്ട് റായിയുടെ പിന്നീടുള്ള ഈ അബുൽ സെൻസാർ, അതിലൊക്കെ തീവണ്ടികൾ വരുന്നുണ്ട്. നമ്മുടെ ജീവിതവുമായിട്ട് തന്നെ അത്രമേലെ ബന്ധമുണ്ട്.
അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനത് പല പല കഥകളിലും അത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ എഴുത്തിൻ്റെ ആൾത്താരയിൽ ഒരു തീവണ്ടി അനുഭവമുണ്ട്. അത് വളരെ കൗതുകകരമായിട്ടുള്ളൊരു അനുഭവമാണത്. ഒരു രാത്രി ഞാൻ ഈ അടുത്ത അത് എഴുതിക്കൊണ്ടിരിക്കെ രാത്രിയിൽ ഒരു ദിവസം പോകുമ്പോൾ തീവണ്ടിയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തീവണ്ടി പലപ്പോഴും എനിക്ക് ഈ എഴുതാനുള്ള വിഭവങ്ങൾ തരുന്ന ഒരു സ്ഥലമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് നമുക്ക് വേറെ ഇപ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമുക്ക് അത്ര ഉണ്ടാവില്ല. ഫ്ലൈറ്റ് നമ്മൾ അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുക. പക്ഷേ തീവണ്ടി അങ്ങനെയല്ല. തീവണ്ടിയിൽ പല ജാതി മനുഷ്യർ വരും, നമ്മൾ ജീവിതം കാണുന്നു. പല ഭാഗത്ത് ഇപ്പോൾ കൽക്കട്ടയിൽ നിന്ന് നമ്മൾ ഈ വളരെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ചും ബിർഭൂം പോലുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോഴുള്ള വിചിത്രങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ ഒരു കൂട്ടി യോജിപ്പിക്കുന്ന ഒന്ന് തീവണ്ടികളാണ്. അപ്പോൾ അത് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യാത്രകൾ, ഓരോ പ്രദേശങ്ങളിലേക്കുള്ള യാത്രകളിൽ നിന്നാണ് എഴുത്തിൻ്റെ മേഖല ഇങ്ങനെ വിപുലീകരിച്ച് വന്നത്. ഇപ്പോൾ നമുക്കവിടെ അറിയാവുന്നതുപോലെ ആയുസിൻ്റെ പുസ്തകം എന്ന് പറയുന്ന നോവല് ശരിക്കും എൻ്റെ പരിസരങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. എൻ്റെ ജീവിത പരിസരങ്ങളായിട്ട്, ഞാൻ ജനിച്ച സാഹചര്യങ്ങളുമായിട്ട്, എൻ്റെ ഈ മത പശ്ചാത്തലമായിട്ട് ഒന്നും യാതൊരു ബന്ധമില്ല. അത് വന്നുകൊണ്ടിരുന്ന കാലത്ത് ഏതോ ക്രിസ്ത്യനാണ് പേര് മാറ്റിയിട്ട് എഴുതുന്നത് തെറ്റിദ്ധരിച്ച ആൾക്കാരുണ്ട്. അത് വേറെ ഏതോ ഒരു ക്രിസ്ത്യാനിയുടെ തുലിയാനാമാണ് സി വി ബാലകൃഷ്ണൻ എന്ന് വിചാരിച്ച ആൾക്കാരുണ്ട്. കാരണം അത് അത്രയേറെ ക്രിസ്ത്യനായിട്ടുള്ള ഒന്നാണ്. അത് ആ ഒരു ജീവിതവുമായിട്ടുള്ള ബന്ധം അത് ഞാൻ പിന്നെ ഇപ്പോഴും തുടരുന്ന അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അതിൻ്റെ ഉപലബ്ധിയാണ് ക്രിസ്മസ് ആഗമം എന്ന് പറയുന്ന ഈ കഥ. അതിൻ്റെ തൊട്ട് മുമ്പുള്ള എഴുത്തിൻ്റെ അൾത്താര, അതിലും വരുന്നത് മുഴുവനും പഴയ നിയമമാണ്. പഴയ നിയമത്തിലെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇപ്പോൾ വരുന്നുണ്ട്. പുതിയ നിയമത്തിലുള്ള പല കാര്യങ്ങളും പിന്നീട് ഈ ക്രിസ്മസ് ആഗമം പോലുള്ള അതിനകത്തും വന്നിട്ടുണ്ട്, എല്ലാറ്റിലും. അപ്പോൾ ഇപ്പോഴും അതിങ്ങനെ ഈ പാളങ്ങളിലൂടെ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. കാരണം അത് നമ്മൾ എഴുത്താണ് നമ്മുടെ ജീവിതത്തിലെ കർമ്മം എന്ന് പറയുന്നത്. വാക്കുകളിലാണ് ഞാൻ എപ്പോഴും ഒരു സാന്ത്വനം തേടുന്നത്, ആശ്വാസം തേടുന്നത്. അപ്പോൾ അവനെ കൂട്ടുപിടിച്ചു കൊണ്ടുള്ള ഒരു ഹതാശമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു എന്നെ സംബന്ധിച്ച് ജീവിതം. അതിങ്ങനെ തുടരുന്നുണ്ട് ഇപ്പോഴും. ഇപ്പോൾ ആയുസിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു സി വി. ആയുസിൻ്റെ പുസ്തകം ഒരു 4 പതിറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ട ഒരു നോവലാണ്. 40-ലധികം വർഷങ്ങളായി അത് പ്രസിദ്ധീകൃതമായിട്ട്. അത് ആദ്യം മാതൃഭൂമിയിൽ തുടർച്ചയായി വന്നു. അതിനുശേഷം അത് 84-ലാണ് പുസ്തകം. അതെ, 83-ലാണ് പുസ്തകമാവുന്നത്. അപ്പോൾ ആയുസിൻ്റെ പുസ്തകം നേരത്തെ പറഞ്ഞതുപോലെ കുടിയേറ്റ മേഖലയിലെ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ളൊരു നോവലാണ്. അത്തരം നോവൽ അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത് എസ് കെ പൊറ്റക്കാടിൻ്റെ വിഷകന്യകയാണ്, അല്ലെങ്കിൽ കാക്കനാടനും അതുപോലെയുള്ള നോവലുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആയുസിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത അത് ഒരു കാലത്ത് ഖസാക്കിൻ്റെ ഇതിഹാസമാണ് മലയാള നോവലിനെ അതിൻ്റെ ഭാഷാപരമായി മറ്റൊരു വഴിയിലേക്ക് നടത്തിച്ചത്, അതിൻ്റെ ഭാഷാപ്രയോഗത്തിൽ. അങ്ങനെ നോക്കുമ്പോൾ വേറെ ഒരു തരത്തിലുള്ള ഭാഷാപ്രയോഗത്തിൻ്റെയും വളരെ കുറുക്കിയ എഴുത്തിൻ്റെയും ഒക്കെ ഒരു സൗന്ദര്യം കൊണ്ടുവന്ന് മറ്റൊരു തരത്തിൽ മലയാള നോവലിൻ്റെ വഴികളെ നവീകരിച്ച ഒരു പുസ്തകമാണ് ആയുസിൻ്റെ പുസ്തകം. അത് മാത്രമല്ല, ആയുസിൻ്റെ പുസ്തകം എഴുതിയ സി വി ബാലകൃഷ്ണൻ നീണ്ട ഒരുപാട് ബൃഹത് ആഖ്യാനങ്ങളായ നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതായത് ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അവനവൻ്റെ ആനന്ദം കണ്ടെത്താൻ, അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വലിയ ആഖ്യാനങ്ങളാണ്, നോവലുകളാണ്, വലിയ പുസ്തകങ്ങളാണ്. അതേ എഴുത്തുകാരൻ തന്നെയാണ് വളരെ ചെറിയ, ഏറ്റവും മുറുക്കമുള്ള, ഒതുക്കമുള്ള എന്ന് പറഞ്ഞാൽ ചെറുകഥ എന്ന് പറയുന്നത് സാധാരണ ഒരു സംഭവം നമുക്ക് കിട്ടിയാൽ ആ സംഭവത്തെ നമ്മളുടെ സാധാരണ ഒരു ഭാഷയിൽ, പത്രഭാഷയിൽ നറേറ്റ് ചെയ്ത് ആ സംഭവത്തെ എഴുതി വെച്ചാൽ മതി, അത് കഥയാവും എന്ന മട്ടിൽ ഉള്ള കഥ എഴുത്ത് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുമ്പോഴാണ് കഥ എന്ന് പറഞ്ഞാൽ ധ്വനിപ്പിക്കലാണെന്നും പിന്നെ ഒരുപാട് പുതിയ പദാവലികൾ കണ്ടെത്തി അവതരിപ്പിക്കുക കൂടിയാണെന്നും അതിനകത്ത് ഒരു കാവ്യാംശമുണ്ടെന്നും, എല്ലാം കവിതയാവുന്നില്ലല്ലോ, ഈണത്തിലും വൃത്തത്തിലും എഴുതുന്നത് എല്ലാം കവിതയാവാത്തതുപോലെ തന്നെ എല്ലാ വിവരണങ്ങളും കഥയും ആവുന്നില്ല.
അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും കുറുക്കി കഥയും എഴുതുന്നുണ്ട്. ഈ രണ്ട് തരം രചനയുടെയും മാജിക്ക് അത് എങ്ങനെയാണ്? ചിലർക്ക് അതില്ല. ചിലർ കഥാകൃത്തുക്കളാണെങ്കിൽ അവർ കഥ മാത്രമാണ് എഴുതുന്നത്. അപൂർവം ആളുകൾ ഇത് രണ്ടും പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എത്രയോ എഴുത്തുകാർ ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. ലോക സാഹിത്യത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറേ പേർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഥയെടുത്ത് അതിൻ്റെ രസതന്ത്രം, വലിയ ആഖ്യാനങ്ങൾ, ബൃഹത് ആഖ്യാനങ്ങൾ വരുമ്പോൾ നോവലുകൾ, അതിൻ്റെ മറ്റൊരു പാറ്റേൺ, ഈ രണ്ട് പാറ്റേണുകളെക്കുറിച്ച് ഒന്ന് സി വി സംസാരിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. ഇത് ഓരോ ആഖ്യാന രൂപവും വളരെ വ്യത്യസ്തമാണ്. ചെറുകഥയുടെ ഈ ആഖ്യാന രീതിയല്ലാതെ ശരിക്കും നമ്മൾ ആഖ്യായികയിൽ അനുവർത്തിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള വലിയ എഴുത്തുകാരുണ്ട്, പ്രത്യേകിച്ചിട്ടും ഏണസ്റ്റ് ഹെമിംഗേ പോലുള്ള എഴുത്തുകാർ. ആ ഹെമിംഗേയുടെ പുസ്തകം ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ ഞാൻ തർജ്ജമ ചെയ്തപ്പോഴും അത് പലരും ചെയ്തിട്ടുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷേ അതിന് ഉചിതമായിട്ടുള്ള ഒരു വിവർത്തനം അല്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അതിനൊരു ശ്രമം നടത്തി നോക്കിയത്. പക്ഷെ അത് ഹെമിംഗയോടുള്ള എൻ്റെ ഒരു ആദരവ് കാട്ടാൻ വേണ്ടി കൂടിയാണ്. ഒരു അമേരിക്കൻ എഴുത്തുകാരി ജോവാൻ ഡിദിയൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർ ഈ വാക്യഘടനകൾ എഴുതാൻ വേണ്ടിയിട്ട് ഹെമിംഗയുടെ രചനകൾ പകർത്തിയതുമായിരുന്നു, വായിക്കുകയല്ല ചെയ്തുകൊണ്ടിരുന്നത്. ഹെമിംഗയുടെ കഥകളും അവരുടെ മറ്റ് രചനകളും ഒക്കെ പകർത്തിയതുമായിരുന്നു. ഹെമിംഗ ഒരു വലിയ മാതൃകയാണ് നമ്മുടെ മുന്നിലുള്ള. ഇപ്പോഴും ഹെമിംഗ മരിച്ചിട്ട് എത്രയോ വർഷങ്ങളായി, 62-ലാണ് മരിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഇപ്പോഴും എന്നെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഒരു ജീവിച്ചിരിക്കുന്ന ഒരു സാന്നിധ്യമാണ്. അപ്പോൾ അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു. വളരെ അപകടകരമായ രീതിയിൽ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള, സ്പാനിഷ് സിവിൽ വാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ പത്രപ്രവർത്തനത്തിൻ്റെ ചില അനുഭവങ്ങൾ ഞാനൊരു പുസ്തകം എഴുതിയതുപോലെ ഹെമിംഗയുടെ ഈ ബൈലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അത് അധികം പേര് വായിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ അത് പത്രപ്രവർത്തകരായിട്ടുള്ളവർ, ആകാൻ ആഗ്രഹിക്കുന്നവർ, താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണത്, ബൈലൈൻ. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ യുദ്ധത്തിൻ്റെ അനുഭവങ്ങൾ, ഇപ്പോൾ ഫെയർവെൽ ടു ആംസ് എന്ന് പറയുന്ന നോവൽ, ഫോർ ഹും ദ ബെൽ ടോൾസ് എന്ന് പറയുന്ന നോവൽ, അതും അദ്ദേഹം എഴുതിയിട്ടുള്ള കഥകൾ, ഈ കഥകളെക്കുറിച്ചിട്ടുള്ള ഒരു സിദ്ധാന്തം ഈ എഴുത്തുകാരുടെ മുമ്പാകെ വെച്ചിട്ടുള്ള ആളാണ് ഹെമിംഗ്വേ. ഈ ഐസ്ബർഗ് തിയറി എന്ന് പറയുന്ന ഒരു തിയറി അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരു ഐസ്ബർഗിൻ്റെ മുകളിലത്തെ അറ്റം മാത്രമാണ് നമ്മൾ കാണുന്നത്, അതാണ് കഥ. അതിൻ്റെ താഴെ അതിൻ്റെ ബാക്കി ഇപ്പോൾ ഒരു 7-1 8-1 മറ്റോ ഉള്ള ഒരു ഭാഗമാണ് മേലെ കാണുന്നത്. ബാക്കി മുഴുവനും അടിയിലാണുള്ളത്. പക്ഷെ അതുണ്ട്. അപ്പോൾ ഹിൽസ് ആർ ലൈക്ക് വൈറ്റ് എലഫൻസ് എന്ന് പറയുന്ന, ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻസ് എന്ന് പറയുന്ന കഥ രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണമാണ്. ഒരു ബാറ് പോലുള്ള ഒരു റെസ്റ്റോറൻറ്റ്, ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്, അവിടെ ഇരുന്നിട്ട് രണ്ടുപേരും നടത്തുന്ന സംഭാഷണമാണ്. പക്ഷെ ആ സംഭാഷണം നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ അവർ ഏതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. വളരെ സൂക്ഷ്മമായിട്ട് വായിച്ചാലാണ് നമുക്ക് മനസ്സിലാവുക ആ സ്ത്രീ ഗർഭിണിയാണെന്നും അത് അബോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ അത് നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കാനുള്ള സൂചനകൾ ഈ മുകളറ്റത്ത് ഹെമിംഗ്വേ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഏറ്റവും കുറച്ച് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ധ്വനിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് ഹെമിംഗ്വേ പഠിപ്പിക്കാൻ, നമ്മൾ പിന്നീടുള്ള ആൾക്കാർ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഏറ്റവും കുറവ് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ, വളരെ കുറച്ച് പറഞ്ഞിട്ട് പക്ഷേ കൂടുതൽ കാര്യങ്ങൾ അതിൽ നിഗൂഹനം ചെയ്ത് കാണിക്കുക എന്നുള്ളത്. നമ്മൾ വളരെ കഥകൾ എഴുതുമ്പോഴേ ഇപ്പോഴും പൊതുവെ വളരെ സ്ഥൂലമായിട്ടുള്ള ആഖ്യാനങ്ങളാണ് നിർവഹിക്കുന്നത്. അതിലത്തെ സൂക്ഷ്മത എന്ന് പറയുന്ന ഒന്ന് ഇപ്പോഴ് പലപ്പോഴും കഥകളിലില്ല. ആ സൂക്ഷ്മത നമ്മൾ പഠിപ്പിച്ച പലരും ഉണ്ട്. മലയാളത്തിൽ അത് പഠിപ്പിച്ച ഒരാളാണ് മാധവിക്കുട്ടി. CV ശ്രീരാമൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഭാഷയിലുള്ള മികച്ച ചില ഉദാഹരണങ്ങൾ ലോക സാഹിത്യത്തിൻ്റെ ഒപ്പം നിൽക്കാവുന്ന ഈ രീതിയിൽ നമ്മളിതിൻ്റെ കലാതന്ത്രം എന്ന് പറയുന്ന ഒന്ന് നമുക്ക് മലയാളത്തിലും അതിന് ഉത്തമമായിട്ടുള്ള മാതൃകകളുണ്ട്. ഞാൻ വിദേശ സാഹിത്യം മാത്രമല്ല, വിദേശ സാഹിത്യത്തോടുണ്ട്. മാധവിക്കുട്ടിയുടെ ഈ പക്ഷിയുടെ മണം, കല്യാണി തുടങ്ങിയിട്ടുള്ള കഥകൾ നമ്മൾ വായിച്ചു നോക്കിയാൽ അത് എങ്ങനെയാണത് എത്ര മനോഹരമായിട്ടാണ് അവർ അതിൽ ഭാഷ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനൊരിക്കലും മാധവിക്കുട്ടിയോട് സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പോൾ മാധവിക്കുട്ടി പറഞ്ഞത് എനിക്ക് മലയാളം അറിയില്ല, എനിക്ക് ഭാഷ അറിയില്ല,
അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു കഥയിൽ, കല്യാണി എന്ന് പറയുന്ന കഥയിൽ, അവൾ അസ്തപ്രജ്ഞയായി നിലംപതിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ കഥ അവസാനിക്കുന്നത്. അപ്പം ഞാനത് അമ്മയോട് ഞാനത് ചോദിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് ആ അസ്തപ്രജ്ഞയായി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇപ്പോഴും അറിയില്ല എന്ന് പറഞ്ഞു. അതാണ് പറയുന്നത്. അത് പിന്നെ അന്ന് പറഞ്ഞത് മനോരമയുടെ ഒരു വാരികയിൽ വന്നതാണ്. അപ്പോൾ അതിൻ്റെ കഥയുടെ 2 പേജ് നഷ്ടപ്പെട്ടു. അത് വെറും കഥയാണ് കേട്ടോ. 2 പേജ് നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടുത്തെ പത്രാധിപർ, മാത്തുക്കുട്ടി ചായനാണോ അറിയില്ല, അത് ആ 2 പേജ് കാണാത്തത് കൊണ്ട് ഈ കഥേൻ്റെ ഈ കിട്ടിയ പേജിൻ്റെ അവസാനം അസ്തപ്രജ്ഞയായി നിലംപതിച്ചു എന്ന് എഴുതിയെന്നാണ്. അത് പക്ഷേ ഈ മാധവക്കുട്ടി വിചിത്രമായ ഫാൻറ്റസി ഉള്ള ഒരാളായതുകൊണ്ട് അതും അവരുടെ വിചിത്രമായ സങ്കല്പമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കഥയിൽ മുഴുവനും ആ രീതിയിലുള്ള ഫാൻറ്റസികളാണ്. അപ്പം ഞാനത് പറയാം, നമുക്കിത് പൂർവ്വ മാതൃകകളുണ്ട്. നല്ല എഴുത്തിൻ്റെ, ഏറ്റവും നല്ല എഴുത്തിൻ്റെ മാതൃകകൾ ലോക സാഹിത്യത്തിലുണ്ട്, നമ്മുടെ ഭാഷയിലുണ്ട്. പക്ഷേ നമ്മളത് പിന്തുടരണം. നമ്മൾ ഹെമിംഗെ വായിക്കണം, നമ്മൾ ചെക്കോവിനെ വായിക്കണം, നമ്മൾ മൊപ്പസായിനെ വായിക്കണം. നമ്മുടെ ഭാഷയിൽ ഈ തത്തുല്യമായ രീതിയിൽ സമാനമായ ഗൗരവത്തോടുകൂടി, സൗന്ദര്യബോധത്തോടുകൂടി, ജീവിതാവബോധത്തോടുകൂടി അങ്ങനെ ആരൊക്കെയാണ് എഴുതിയിട്ടുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആ ഒരു തിരിച്ചറിവ് ഞാനതിനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഞാനതിൽ വിജയിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അതാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോഴും അതാണ് എഴുതുന്നത്. ഈ വളരെ നീണ്ട, നമ്മൾ ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് രീതിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങൾ എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ ഈ രതി കൈകാര്യം ചെയ്യുന്ന ഒരാളായിട്ടാണ് എന്നെ പലരും പറയാറുള്ളത്. അത് പ്രശംസാരൂപത്തിലോ നിന്നാരൂപത്തിലോ ആണോ എന്നൊക്കെയറിയാം. കാരണം കാമമോഹിതമൊക്കെ എഴുതിയ ഒരു ആളാണ്. മലയാളത്തിൽ ആദ്യമായിട്ട് ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ചിട്ട് എഴുതിയ ആളാണ്. അത് ആയുസിൻ്റെ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് 2 പുരുഷന്മാർ ചുംബിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്, അത് ഒരു മലയാളത്തിലൊരു പുസ്തകമുണ്ട്, 2 പുരുഷന്മാർ ചുംബിക്കുമ്പോൾ. അതിൽ പറയുന്നുണ്ടത്. അത് ആ എഴുതിയ ആൾ ഇപ്പം മരിച്ചു, ആത്മഹത്യ ചെയ്തു. അപ്പോൾ അവൻ അന്നത് പറഞ്ഞത് അതിലാണ് ആദ്യമായിട്ട് മലയാള സാഹിത്യത്തിൽ 2 പുരുഷന്മാർ 2 കുട്ടികൾ ചുംബിക്കുന്നത് എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ലെസ്ബിയനായിട്ടുള്ള പ്രമേയങ്ങളുള്ള ഒരുപാട് സാധനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ രതി എഴുതുമ്പോഴേ അതാണ് ഏറ്റവും വെല്ലുവിളിയുള്ള കാര്യം. രതിയാണ് ഏറ്റവും വെല്ലുവിളി. അതെങ്ങനെ എത്രയും മനോഹരമായിട്ട് നമുക്ക് എഴുതാം. രതി എന്ന് പറയുന്ന ഒരു വികാരത്തെ നമ്മൾ എങ്ങനെ ആവിഷ്കരിക്കാം. രതിക്രിയകളെയല്ല, രതിക്രിയകൾ എഴുതുമ്പോൾ അത് പോർണോഗ്രഫി ആയിട്ട് മാറുന്നു. അതിനപ്പുറം അത് ഒരു ഉദാത്തമായ ഒരു ജീവിതാനുഭവമായിട്ട് നമ്മളെ ഈ രതി വായ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകാവുന്ന രീതിയിൽ എങ്ങനെ എഴുതാം, അതാണ് എഴുതുന്നത്. അത് ലോകത്തിലെ പലരും എഴുതിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് മരിയോ വാർഗസ് യോസ. മരിയോ വാർഗസ് യോസയുടെ അദ്ദേഹത്തിന് നൊബേൽ പുരസ്കാരമൊക്കെ ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നോവൽ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞ ഒരു നോവൽ ഇറങ്ങി. ബാഡ് ഗേൾ എന്ന് പറഞ്ഞിട്ടൊരു നോവൽ വന്നു. അതിമനോഹരമായിട്ടാണ് അതിനകത്ത് അദ്ദേഹം രതി ആവിഷ്കരിച്ചത്. അത് നമ്മുടെ ഭാഷയിലുള്ള പല എഴുത്തുകാരും തൊടാൻ അറയ്ക്കുന്ന ഒരു മേഖലയാണത്. അത് അവരുടെ കഴിവുകേടാണ് എന്നാണ് ഞാൻ പറയാം. അത് ആ മേഖലയിലേക്ക് അവർ പോയില്ല, പലരും പോയിട്ടില്ല. അത് അവരുടെ ഒരു ഇമേജിനെ നിരക്കാത്തത് കൊണ്ടാണോ അത് എനിക്ക് പിന്നെ ഇമേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നമില്ല. ഞാൻ ഏത് രീതിയിലുള്ളത്. പക്ഷെ ഞാനിത് അത്ഭുതത്തോടെ വായിക്കുന്നു. മരിയോ വാർഗസ് യോസ ആദ്യം ഇപ്പം മരിച്ചു, ഇപ്പോഴില്ല. 80ാമത്തെ വയസ്സിൽ എഴുതിയ നോവലാണ് നെയ്ബർഹുഡ്. ആ നെയ്ബർഹുഡിലെ ആദ്യത്തെ അധ്യായം മൊത്തം കുറേ പേജുകൾ ഒരു ലെസ്ബിയൻ പ്രണയത്തെക്കുറിച്ച്. ബാഡ് ഗേൾ എന്ന് പറയുന്ന ഒരു നോവൽ, അതും അദ്ദേഹം നോബൽ പുരസ്കാരം കിട്ടിയിട്ട് എഴുതിയാണ്. അല്ലാതെ ഈ മറ്റ് നോബൽ പുരസ്കാരം കിട്ടിയതിന് ശേഷം അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതികൾ മുഴുവൻ ഈ രതിപ്രധാനങ്ങളായിട്ടുള്ള ഇതാണ്. അപ്പം നമുക്ക് ഇത് മാതൃകകളായിട്ടുള്ള ഒരുപാട് എഴുത്തുകാരവിടെ ഉണ്ട്. നമ്മളവരെ മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ ഒരു ഭാഷയിൽ നമുക്കുള്ള മികവ് അത് നമ്മൾ എത്രത്തോളം നമുക്ക് ആർജിക്കാൻ കഴിയും എന്നുള്ളതൊരു വലിയ ഘടകം. എനിക്കൊന്നു സമയത്തിൻ്റെ ഒരു പരിമിതി ഉണ്ട് ഇതിനകത്ത്. സാഹിത്യത്തെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് സിനിമ, അതുപോലെ തന്നെ സഞ്ചാരം, ഇങ്ങനെ 2 മേഖലകൾ കൂടി പറയണം. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ പറയുകയാണ്, ഇപ്പോൾ രതി എഴുത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബുക്കർ പ്രൈസ് കിട്ടിയ ഏറ്റവും പുതിയ ബുക്കർ കിട്ടിയ നോവലിൻ്റെ പേര് ഫ്ലഷ് എന്നാണ്.
അത് എഴുതിയിരിക്കുന്നത് ഡേവിഡ് ഷോലെ എന്ന് പറഞ്ഞൊരു റൈറ്ററാണ്. ഇപ്പോൾ ഈ ഫ്ലഷ് എന്ന് പറഞ്ഞ നോവലിൻ്റെ ആദ്യത്തെ ഒരു 2 അധ്യായം അതിമനോഹരമായി ഈ രതിയുടെ ആവിഷ്കാരമാണ് അതിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതിമനോഹരമായി എഴുതിയിട്ടുള്ളത്. ആ നോവൽ തന്നെ പറയുന്നത്, ആ നോവലിൻ്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെയല്ല, അതൊരു കഥയായിട്ട് തോന്നുമെങ്കിലും ഈ ഫ്ലഷ് എന്നുള്ള പേര് വളരെ കൃത്യമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പേരാണ്. കാരണം മനുഷ്യൻ്റെ മറ്റെന്തിനേക്കാൾ പ്രധാനം നമ്മളുടെ ഈ മാംസമുള്ള ഈ ശരീരം തന്നെയാണ്. അതിനകത്ത് നിന്നാണ് നമ്മളുടെ ചിന്തകളായാലും എന്തായാലും. ഒരു മനുഷ്യൻ ഒരു ചെറിയ അസുഖമോ വേദനയോ വരുമ്പോഴേക്കും നമുക്ക് സംഗീതം ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നു. പിന്നെ നമുക്ക് ചിത്രത്തെ ആസ്വദിക്കാൻ പറ്റില്ല, ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. മനുഷ്യൻ എപ്പോഴും വളരെ ഹെൽത്തി ആയൊരു ശരീരം, ഒരു ഫ്ലഷ് ഉണ്ട്. ആ ഫ്ലഷിൻ്റെ കാമനകളിൽ നിന്നാണ് നമ്മളുടെ മറ്റെല്ലാം ഉണ്ടാകുന്നത് എന്ന ഒരു തോട്ടാണ് ആ പുസ്തകത്തിനകത്തുള്ളത്. ഞാൻ രതിയെക്കുറിച്ചുള്ള ഒരു ആവിഷ്കാരത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഏറ്റവും പുതിയ എഴുത്തുകാരൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഹാൻകാങ്ങിൻ്റെ പുസ്തകത്തെക്കുറിച്ച് നമ്മളിവിടെ പരാമർശിച്ചു. ഹാൻകാങ്ങിൻ്റെ പുസ്തകത്തിൽ വിവർത്തനം ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അതിലെ ഈ സെക്ഷുവാലിറ്റി ആയിരുന്നു. അതിനകത്തുള്ള രതി എങ്ങനെ മലയാളത്തിൽ എങ്ങനെ പോർണോഗ്രഫി അല്ലാതെ എങ്ങനെ ഇത് എഴുതി വലിപ്പിക്കുക എന്നുള്ളതാണ് അതിലത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നത്. മറ്റു ഭാഗങ്ങളൊക്കെ അതിനകത്ത്, പക്ഷേ അത് അവർ വളരെ ഭംഗിയായിട്ടാണ് അതിനകത്ത് ഹാൻകാങ് അത് എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾക്ക് സിനിമയുടെ ഒരു മേഖലയിലേക്ക് കടക്കണം. സാഹിത്യത്തെക്കുറിച്ച് ഇനി ഒരുപാട് സംസാരിക്കാനുണ്ട് സി വിയോട്. കാരണം പ്രത്യേകിച്ചും ഒരു മികച്ച വായനക്കാരൻ കൂടിയാണ് സി വി ബാലകൃഷ്ണൻ, എഴുത്തുകാരൻ മാത്രമല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വായന, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വളരെ വിജയിച്ചു എന്ന് പറയുന്ന പുസ്തകങ്ങൾ എഴുതിയ ചില ആളുകൾ, പുതിയ എഴുത്തുകാർ, അവരൊക്കെ ചില അഭിമുഖങ്ങളിൽ പറഞ്ഞ് ഞാൻ കണ്ടു, എൻ്റെ ആദ്യത്തെ പുസ്തകം ഹിറ്റായതിന് ശേഷമാണ് ഞാൻ മറ്റുള്ളവരുടെ പുസ്തകം വായിക്കാൻ തുടങ്ങിയത് എന്ന് 1-2 പേര് പറഞ്ഞ് ഞാനിപ്പോൾ എഴുതി വായിച്ചു. അപ്പോൾ എനിക്ക് അതും ഒരു ചോദ്യമാണ്. കാരണം മറ്റുള്ളവരുടെ കൃതികൾ വായിച്ചില്ലെങ്കിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, എനിക്കെപ്പോഴും തോന്നുന്നൊരു പ്രശ്നം, നമ്മൾ ഇതുവരെയുള്ള നമ്മളുടെ ശാസ്ത്രീയ നേട്ടങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മനുഷ്യൻ എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെക്കുറിച്ചോ നമുക്കൊരു ധാരണയില്ലാതെ നമ്മൾ ഗവേഷണം തുടങ്ങിയാൽ പറ്റുന്നൊരു അബദ്ധം, നമ്മൾ ഭൂമി ഉരുണ്ടതാണെന്ന് വീണ്ടും കണ്ടുപിടിച്ച് കളയും. നമ്മൾ കണ്ടുപിടിക്കുമെന്ന് മാത്രമല്ല, അത് വലിയ കണ്ടുപിടുത്താൻ നമുക്ക് തോന്നുകയും ആളുകളോട് വിളിച്ചു പറയുകയും ചെയ്യും. അങ്ങനെ വീണ്ടും വീണ്ടും ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഇത് മുമ്പൊരാൾ കണ്ടുപിടിച്ചാണെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. അങ്ങനെ എവിടെ നമ്മളുടെ സാഹിത്യം എത്തി നിൽക്കുന്നു, നമ്മൾ ഹിസ്റ്ററിയിൽ എവിടെയൊക്കെ എത്തി, നമ്മൾ അങ്ങനെ ഒരു അറിവ് ഇതിനാവശ്യമാണ്. എനിക്ക് തോന്നുന്നു എഴുത്തിൻ്റെ അൾത്താരയിൽ ഒരു സ്ഥലത്ത് സി വി എഴുതുന്നുണ്ട്, പോൾ സെസാൻ്റെ ചിത്രങ്ങളിൽ നിന്നാണ് ഹെമിംഗ്വേ അദ്ദേഹത്തിൻ്റെ എഴുത്ത് തുടങ്ങുന്നതെന്ന്. അപ്പോൾ സെസാൻ്റെ ചിത്രങ്ങൾ ഇങ്ങനെ കണ്ടു വരുമ്പോൾ ഹെമിംഗ്വേക്ക് എഴുതാനുള്ള പ്രചോദനം ഉണ്ടാവുകയാണ്. അപ്പോൾ മറ്റ് എഴുത്തുകൾ, മറ്റ് കലാസൃഷ്ടികൾ നമ്മളെ പ്രചോദിപ്പിക്കുകയും അങ്ങനെ നമ്മൾ ഇതുവരെ എത്തി നിൽക്കുന്ന ഒരു ഭാഷയെ അല്ലെങ്കിൽ സാഹിത്യത്തെ, സാഹിത്യ രൂപത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും നവീകരിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ മാത്രമാണ് കലയിൽ പുതിയ മാറ്റങ്ങളും മുന്നേറ്റങ്ങളും ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മളൊരു ശൂന്യതയിൽ നിന്ന് ഞാൻ മറ്റുള്ളവരെ ഒന്നും വായിച്ചിട്ടില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല, എനിക്ക് തോന്നിയത് ഫേസ്ബുക്കിൽ എഴുതി വെച്ചു, അത് അവസാനം ഞാൻ സമാഹാരമായിട്ട് ഇറക്കാൻ തീരുമാനിക്കുകയാണ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഭാഷയ്ക്കോ ലിറ്ററേച്ചറിനോ പ്രയോജനം ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അത് സംബന്ധിച്ച് സി വി ബാലകൃഷ്ണൻ്റെ കമൻറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിന് മുമ്പ് ഞാൻ സിനിമയിലേക്ക് കടക്കുകയാണ്. സി വി ബാലകൃഷ്ണൻ സിനിമയിലേക്ക് കടന്നു വരുന്നത് തന്നെ മലയാള സിനിമയിലെ നാഴികക്കല്ലായ എന്നും നമ്മൾ ഓർമ്മിക്കാവുന്ന കെ ജി ജോർജ് സംവിധാനം ചെയ്ത മറ്റൊരാൾ എന്ന സിനിമയുടെ എഴുത്തിലൂടെയാണ്. മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ കഥയാണ്, അത് തിരക്കഥയും കെ ജി ജോർജുമായി ചേർന്ന് അല്ലെങ്കിൽ സി വി തന്നെ എഴുതിയ തിരക്കഥയാണ്. 1987 ആ ചിത്രം പുറത്തിറങ്ങുന്നത്. മറ്റൊരാൾ എന്ന സിനിമ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കാം. അതിനകത്ത് മമ്മൂട്ടിയുണ്ട്, സീമയുണ്ട്, കരമന ജനാർദ്ദനൻ നായരുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൽ മമ്മൂട്ടി ഒരു കേന്ദ്ര കഥാപാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, കരമനയാണ് അതിലെ പ്രധാന കഥാപാത്രം. സീമയുടെ കഥയാണ് ശരിക്കും പറഞ്ഞാൽ സിനിമ. അത് നമ്മളുടെ പിന്നീട് ഇപ്പം നമ്മൾ കാണുന്ന ഏറ്റവും പുതിയ മലയാള സിനിമ ഇപ്പോൾ ജെൻഡർ പൊളിറ്റിക്സൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ കൈകാര്യം ചെയ്യുന്ന ജെൻഡർ പൊളിറ്റിക്സുമെല്ലാം മലയാള സിനിമയിൽ ആദ്യം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും തീക്ഷ്ണമായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ചലച്ചിത്രകാരനാണ് കെ ജി ജോർജ്. ആ കെ ജി ജോർജുമായുള്ള സഹവാസത്തിലൂടെയാണ് ഈ സിനിമ പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം പല ജോണറിൽപ്പെട്ട പല തരത്തിൽപ്പെട്ട സിനിമകളുമായി സി വി സഹകരിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. സി വിയുടെ പല കഥകളും മറ്റുള്ളവർ ആ കഥയിലെ സിനിമാറ്റിക് പോസിബിലിറ്റി കണ്ടിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിയ സിനിമയാണ് ഇപ്പോൾ പറഞ്ഞ ഇരട്ട കുട്ടികളുടെ അച്ഛൻ പോലുള്ള സിനിമ. പിന്നെ വളരെ രസമുള്ള തമാശ നിറഞ്ഞ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ പോലെയുള്ള സിനിമയുടെയൊക്കെ കഥ ശരിക്കും സി വി ബാലകൃഷ്ണനാണെന്ന് പലർക്കും അറിയില്ല. അതുപോലെ തന്നെ
കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറഞ്ഞ സത്യനന്ദിക്കാടിൻ്റെ കമേഴ്ഷ്യലി വളരെ ആഘോഷിക്കപ്പെട്ട ഒരു സിനിമയാണ്. ആ സിനിമയുടെ കഥയ്ക്ക് ഫിലിം ക്രിട്ടിക്സ് അവാർഡും കിട്ടിയിട്ടുണ്ട് ബാലകൃഷ്ണൻ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ സിനിമ ഇത് മാത്രമല്ല, സിനിമ എഴുത്തുകാരനായി വരുന്നതിന് മുമ്പേ സിനിമ വലിയ പാഷനായി എടുത്തിട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഡൽഹിയിലേക്കും കൽക്കത്തയിലേക്കും ഒക്കെ പോയിട്ട് രാജ്യാന്തര ചലച്ചിത്രോത്സവം കണ്ട ഒരാളാണ്. ഇപ്പോൾ ഈ ഇരിക്കുന്ന ബാലകൃഷ്ണൻ വരുന്നത് ഗോവ രാജ്യാന്തര ചലച്ചിത്രോത്സവ വേദിയിൽ നിന്നാണ്. ഈ പരിപാടി ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രം അദ്ദേഹം അത് വെട്ടിച്ചുരുക്കി ഇന്നലെ ഇവിടെ എത്തിയതാണ്. അല്ലെങ്കിൽ ഈ ഗോവ ചലച്ചിത്രോത്സവത്തിൽ ആദ്യം മുതൽ അവിടെ ഉണ്ട് അദ്ദേഹം. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇങ്ങനെ നോക്കുമ്പോൾ ഒരു രസമുള്ള കാര്യം. ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമാറ്റിക് ആദ്യകാലത്ത് നിരൂപണങ്ങൾ എഴുതിയിട്ടുണ്ട്. സിനിമാ നിരൂപണ ഗ്രന്ഥത്തിന് സംസ്ഥാന പുരസ്കാരം നേടിയിട്ടുണ്ട് സിനിമയുടെ ഇടങ്ങൾ എന്ന പുസ്തകത്തിന്. സിനിമയുടെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ മാത്രമല്ല അതിൻ്റെ നിരൂപണം. അദ്ദേഹത്തിൻ്റെ കൽക്കത്തയിൽ നിന്ന് 1982 വന്ന അന്നത്തെ ഒരു കൽക്കത്തയിലെ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൻ്റെ റിപ്പോർട്ടിൽ ഒരു രസകരമായ കാര്യം ഞാൻ ഈയിടെ ആ സമാഹാരം എടുത്ത് വായിച്ചപ്പോൾ കണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ ഋതിക് കട്ടക്കിൻ്റെ ജന്മശതാബ്ദി ആഘോഷിക്കുകയാണ്, ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഋതിക് കട്ടക്കിൻ്റെ ഒരു റെട്രോസ്പെക്റ്റീവോ ഒരു സിനിമയോ പോലും അന്ന് കൽക്കത്ത മേളയിൽ പ്രദർശിപ്പിക്കുന്നില്ലെന്നും കട്ടക്കിനെ ആരും വേണ്ടത്ര മനസ്സിലാക്കുന്നില്ലെന്നും അന്ന് കൽക്കത്തയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാലകൃഷ്ണൻ. അത്ഭുതകരമായ കാര്യമാണ്. പിൽക്കാലത്ത് കട്ടക്കിനെ അവരാഘോഷിക്കുന്നുണ്ട്, ഇപ്പോൾ ആഘോഷിക്കുന്നുണ്ട്. സത്യത്രയൊക്കെ കട്ടക്കുമായി വലിയ സൗഹൃദത്തിലായിരുന്നു. പിന്നീട് ഈ കേരളത്തിൽ തന്നെ കട്ടക്കിൻ്റെ സിനിമ ഇത് ഏത് കാലത്താണ് ബാലകൃഷ്ണൻ ഇങ്ങനെ കാണാൻ പോകുന്നതെന്ന് ആലോചിക്കണം. നമ്മളുടെ ഇവിടെ ബദൽ സിനിമകൾ, നല്ല സിനിമകൾ, സമാന്തര സിനിമകൾ എന്നൊക്കെ പറയുന്നത് ചെറിയ ഫിലിം സൊസൈറ്റികൾ അവിടെ എവിടെയായിട്ട് വളരെ കുറഞ്ഞ ആളുകൾ മാത്രം പറഞ്ഞു നടക്കുന്ന ഒരു കാലമാണിത്. ഞാൻ കട്ടക്കിൻ്റെ സിനിമ 1980കളുടെ അവസാനം കോഴിക്കോട്ട് ചെലവൂർ വേണുകോട്ടൻ്റെ അശ്വിനി ഫിലിം സൊസൈറ്റി കൊണ്ടുവന്നിട്ടാണ് നാഗരിക്, അജാന്ത്രിക് ഒക്കെ പോലെയുള്ള ജുക്തി തക്കോർ, ഗപ്പു അതുപോലെയുള്ള സിനിമകൾ കാണുന്നത്, മേഘേദാക്കെ താരയൊക്കെ പോലെയുള്ള സിനിമകൾ. അപ്പോൾ അക്കാലത്തെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പല രീതിയിലുള്ള സിനിമ, എങ്ങനെയാണ് ഈ സിനിമയോടുള്ള പാഷൻ തുടങ്ങിയത്, അതിൻ്റെ ക്രിയേറ്റീവ് രംഗത്തേക്ക് വന്നത്, അതിനെക്കുറിച്ച് കൂടി ഒന്ന് സംസാരിക്കാം. സിനിമ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സാഹിത്യത്തിന് മുമ്പേ തുടങ്ങിയ പാഷനാണ് സിനിമ എന്ന് പറയുന്നത്. കാരണം സിനിമ കാണാൻ നമുക്ക് ഭാഷ ആവശ്യമില്ല. സാഹിത്യം വായിക്കാനോ എഴുതാനോ ഒക്കെ നമുക്ക് ഭാഷ വേണം, ഭാഷാ സ്വാധീനം വേണം. അപ്പോൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ നമ്മൾ ടിക്കറ്റ് ഇല്ലാതെ നമ്മളെ കൂടെ കൊണ്ടുപോകാവുന്ന ആ പ്രായത്തിൽ നമ്മൾ നാട്ടിലെ ആ ചെറിയ കൊട്ടകയിൽ സിനിമ കാണാൻ പോകുമായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സർവകലാശാലയായിട്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആ നാടൻ കൊട്ടകയാണ്. അവിടെ ഇരുന്നാണ് നമ്മൾ ജീവിതം കണ്ടിട്ടുള്ളത്. അവിടെയുള്ള നമ്മുടെ ആ സ്ഥലത്തിൻ്റെ വെളിയിൽ ഇവിടെയൊക്കെ ഈ കുട്ടനാടുണ്ടെന്നും മറ്റേ അരയന്മാരുണ്ടെന്നും ഇതൊക്കെ നമ്മൾ അവിടെ നിന്നാണ് കാണുന്നത്. ക്രിസ്ത്യാനികളുടെ ജീവിതം ഉണ്ടെന്നും ഒക്കെ അറിയുന്നത് ആ കൊട്ടകയിൽ നിന്നാണ്. അപ്പോൾ അതിനോട് ഞാൻ എൻ്റെ നന്ദി പിൽക്കാലത്ത് ഈ സിനിമയുടെ ഇടങ്ങളുടെ അതിൻ്റെ ആമുഖത്തിനാണെന്ന് തോന്നുന്നു. ഞാൻ അതിനാണ് എൻ്റെ നന്ദി പറഞ്ഞിട്ടുള്ളത് പ്രധാനപ്പെട്ട. പക്ഷെ അത് പിന്നീട് മനസ്സിലിങ്ങനെ ഈ സിനിമയോടുള്ള താല്പര്യം എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഷൂട്ടിങ് സത്യത്രയുടേതായിരുന്നു. അത് ഞാൻ എപ്പോഴും വളരെ അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ 80-ലെ സത്യത്രയുടെ ഷൂട്ടിങ്ങാണ് ആദ്യം കണ്ടിട്ടുള്ളത്. ഞാൻ ഇവിടുത്തെ ഒരു സിനിമാക്കാരൻ്റെ പിറകിലൂടെ പോവുകയോ സിനിമ കാണാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഈ മണിക്ദ എന്ന് നമ്മൾ സ്നേഹത്തോടെ പറയുന്ന സത്യജിത് ഷൂട്ടിങ് ഇന്ദ്രപുരി സ്റ്റുഡിയോയിൽ, ടോളിഗഞ്ചിലെ ഇന്ദ്രപുരി സ്റ്റുഡിയോയിൽ നടക്കുമ്പോൾ ഞാനവിടെ പോവുകയും വളരെ അത്ഭുതാദരങ്ങളോടുകൂടി ആ വലിയ മനുഷ്യൻ്റെ മുമ്പിൽ നിൽക്കുകയും അദ്ദേഹത്തിന് ഹസ്തദാനം ചെയ്യുകയും അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ചു കുടിക്കുകയും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്ത് അതിനോട് അത് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലത്തെ റായ് ഇപ്പോഴെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുള്ള ആ പടം ഹീരക് രാജാർ ദേശേ എന്ന് പറയുന്ന സിനിമ, അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ഞാൻ അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ നമ്മൾ പോകുമ്പോൾ അതിന് മുമ്പേ ലോക സിനിമയിലുള്ള പ്രധാനപ്പെട്ട ക്ലാസിക്കുകൾ എന്ന് പറയാവുന്ന സിനിമകൾ മിക്കതും കണ്ടു തീർത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം അവിടെയുണ്ട്. ഈ ആംഗ്ലോ ഗോദാർദിൻ്റെ പടങ്ങളുടെ ഒരു റെട്രോസ്പെക്റ്റീവ് അന്ന് 82-ലെ കൽക്കട്ട ഫെസ്റ്റിവലിൽ നിന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗോദാർദിനെ പോലെ ഗോദാർദ് മാത്രം എന്ന് പറഞ്ഞു. പക്ഷേ ആ കൽക്കട്ട റെട്രോസ്പെക്റ്റീവ് കാണുന്നതിന് മുമ്പേ ഞാൻ ഗോദാർദിൻ്റെ എല്ലാ ചിത്രങ്ങളും കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. ആ ബർഗ്മാൻ്റെ ചിത്രങ്ങൾ, ലോകത്തിലെ എല്ലാ പ്രസിദ്ധ കുറോസാവയുടെ ചിത്രങ്ങൾ, ഡിസീക്കയുടെ ചിത്രങ്ങൾ, ഇതൊക്കെ കണ്ടിരുന്നു. അത് പക്ഷേ ഇത് ഞാൻ അതിൻ്റെ ഒരു പ്രായോഗിക മേഖലയിലേക്ക് മേഖലയിൽ ചെന്ന് കയറണം എന്നുള്ള നിലയ്ക്കല്ല ഞാൻ ഈ സിനിമ അതിൻ്റെ ഒരു പാഷനോട് കൂടിയിട്ട്. കാരണം അവിടെ വെച്ചാണ് ഞാൻ ഈ പത്മരാജനെയോ അല്ലെങ്കിൽ അരവിന്ദനെയോ നമ്മുടെ ഭരത് ഗോപിയെയോ ഒക്കെ കാണുന്നത്. ഇവരൊക്കെ കാണുന്നത് ഈ ഫെസ്റ്റിവലിൻ്റെ പല നഗരങ്ങളിൽ വെച്ചാണ്.
ഇവരൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് കെ ജി ജോർജുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടായതും. കെ ജി ജോർജിന് ബന്ധമുണ്ടായത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ സിനിമയ്ക്ക് വേണ്ടി കഥ പറയുമ്പോൾ ഇതുകൊണ്ടല്ല. അദ്ദേഹം എൻ്റെ ഒരു കഥ വായിച്ചിട്ട് അത് സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് കത്തയക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ് ഈ എൻ്റെ പശ്ചാത്തലം അപ്പോഴും ഞാൻ ഇത് ആയുസിൻ്റെ പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പടങ്ങൾ ഫിലിം സൊസൈറ്റീൻ്റെ പ്രവർത്തനമായിട്ടുണ്ട്, ഇന്ത്യയിലും മൊത്തം സഞ്ചരിച്ചിട്ടുണ്ട് ഈ സിനിമ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ കെ ജി ജോർജ് പറഞ്ഞു എനിക്ക് അതൊന്നും അറിയായിരുന്നില്ല, പക്ഷേ ഈ കഥ വായിച്ചപ്പോൾ സിനിമ അറിയുന്ന ഒരാളാണ് ഇത് എഴുതിയതെന്ന് എനിക്ക് തോന്നിയെന്ന്. ഈ സിനിമ അറിയുന്ന പറഞ്ഞാൽ സിനിമയ്ക്ക് പറ്റുന്ന ഒരു കഥയല്ല അത്. ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ വയ്യ എന്ന് പറയുന്നത് എൻ്റെ കഥ. പക്ഷെ അത് സിനിമയുടെ ഒരു രചനാ രീതികൾ വെച്ചുകൊണ്ട് എഴുതപ്പെട്ട ഒരു കഥയാണ്. അതിപ്പോൾ എൻ്റെ എല്ലാ കഥകളിലും ഉണ്ട്. എൻ്റെ കഥകളായിരിക്കും ഒരു മലയാളത്തിൽ എഴുതപ്പെട്ട ഒരുപാട് പേര് സിനിമയാക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ കെ ജി ജോർജ് ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ ഏറ്റവും അടുത്ത ആളാണ്, എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയുള്ള ആൾ. ഞാൻ മലയാള മനോരമയുടെ എല്ലാ വാർഷിക പതിപ്പിലും നോവലേറ്റുകൾ എഴുതാറുണ്ട് മിക്കവാറും, ഈ ഏറ്റവും ഒടുവിലത്തെ ഇതുവരെ. ഓരോ തവണ എഴുതുമ്പോഴും അന്ന് ജോർജ് ചേട്ടൻ എന്നെ വിളിക്കും, നമുക്കിത് സിനിമ ചെയ്യണമെന്ന് പറയും. അപ്പം ഞാൻ ഇത്തവണ എൻ്റെ പുതിയ നോവലേറ്റ് ഞാൻ മനോരമയിൽ എഴുതിയപ്പോൾ കൺമുന്നിൽ സമുദ്രം എന്നാണ് നോവലേറ്റിൻ്റെ പേര്. അപ്പം ഞാൻ അന്ന് അത് വന്നപ്പോഴും ഞാൻ ആലോചിച്ചു, ഇത് ജോർജ് ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇന്ന് എന്നെ വിളിക്കുമായിരുന്നു, നമുക്ക് കൺമുന്നിൽ സമുദ്രം നമുക്ക് സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു. അതേപോലെ മരണം എന്ന് പേരുള്ളവൻ എന്ന ഒരു ക്രൈം ഫിക്ഷൻ ഞാൻ എഴുതിയത്, മനോരമയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയതാണ്. അതും പുറത്തിറങ്ങിയ ദിവസം ഇതേപോലെ ജോർജ് ചേട്ടൻ എന്നെ വിളിക്കുകയും നമുക്കത് സിനിമയാണെന്ന് പറഞ്ഞു. ഞങ്ങളത് ആലോചിച്ചത്. അപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുള്ളത് ഈ സിനിമയെക്കുറിച്ചല്ല, മറ്റുള്ളവരുടെ സിനിമയെക്കുറിച്ചാണ്. ഫെല്ലിനിയെക്കുറിച്ച്, ഹിച്ച്കോക്കിനെ കുറിച്ച്. ഈ മരണം എന്ന പേരുള്ളവെന്ന് പറയുന്ന സിനിമ ഞങ്ങൾ ചെയ്യുമ്പം അതിൻ്റെ പത്രത്തിലേക്ക് ആദ്യമായിട്ട് എന്ന് വന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ ഹിച്ച്കോക്കിന് ഒരു ട്രിബ്യൂട്ട് എന്നാണ്, ആൽഫ്രഡ് ഹിച്ച്കോക്കിന് ഒരു ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ആദ്യത്തെ ഇത് വന്നത്. അപ്പം നമ്മൾ ഹിച്ച്കോക്കിൻ്റെ സിനിമകളുടെ ക്രാഫ്റ്റ് എന്താണ്, എങ്ങനെയാണ് അദ്ദേഹം നറേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഞങ്ങളന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെയും ജോർജേട്ടൻ്റെയും വലിയ താല്പര്യമായിരുന്നു ഫെല്ലിനി. പിന്നെ കെ ജി ജോർജിൻ്റെ ഒരു വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് തരം സിനിമകൾ, റാങ്കറിൽപ്പെട്ട സിനിമകൾ ചെയ്ത ആളാണ് കെ ജി ജോർജ്. അദ്ദേഹം പിന്നെ ഈ പഞ്ചവടിപ്പാലം പോലുള്ള സിനിമകൾ ചെയ്തു. എല്ലാം പല രീതിയിൽപ്പെട്ടുള്ള സിനിമകൾ അദ്ദേഹം ചെയ്തു. ആ ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ ഒരേ രീതിയിലുള്ളതല്ലാതെ ആ ഒരു ഈ മെയ് വഴക്കെന്നോ പറയുന്ന അത് എന്നെ പഠിപ്പിച്ച ഒരാൾ കെ ജി ജോർജാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലുള്ള ഇത് എഴുതാം, നമുക്ക് ഒരു കോമഡി പടം ചെയ്യാം, നമുക്ക് ക്രൈം ത്രില്ലർ ചെയ്യാം. ഒരു കാമമോഹിതം കെ ജി ജോർജ് ഏറ്റവും മോഹിച്ച സിനിമ, ആഗ്രഹിച്ച സിനിമ പറഞ്ഞിട്ട് അത് സിനിമയായി എന്ന് ആളുകൾ വിശ്വസിച്ച് പോയ ഒരു സിനിമ കാമമോഹിതമാണ്. അതും മനോരമയ്ക്ക് വേണ്ടി ഞാൻ എഴുതിയിട്ടുള്ള നോവലാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ നിറവേറാത്ത ആഗ്രഹങ്ങളിൽ ഒന്നാണ്, ഞാൻ ഏറ്റവും അവസാനം കാണുമ്പോഴും നമുക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് അദ്ദേഹം വളരെ സങ്കടത്തോട് പറഞ്ഞു. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയിരുന്നു എന്നാണ് പലരും പറയുന്നത്. ഇവിടെ അടുത്തുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് അധികം ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ഞാൻ ചെന്ന് കാണുകയുണ്ടായി. വല്ല അതുകൊണ്ട് അവസാനത്തെ കൂടിക്കാഴ്ച. പക്ഷേ അദ്ദേഹത്തിന് യാതൊരു ഓർമ്മക്കുറവുണ്ടായിരുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, നമുക്ക് കാമമോഹിതം ചെയ്യാൻ പറ്റിയില്ലല്ലോ. കാമമോഹിതം മാത്രമല്ല, ഒരു 6-7 സിനിമകൾ ഞാനും ജോർജ് ചേട്ടനും കൂടി ഇരുന്നിട്ട് എഴുതിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്, കുത്തിയിരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഒന്നും സിനിമ ചെയ്തിട്ടില്ല. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംവിധായകർക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലുള്ള സിനിമകൾ. അങ്ങനെയാണ് സത്യൻ അന്തിക്കാടിന് വേണ്ടിയിട്ടുള്ള കഥകളുണ്ടായത്, രാജസേനന് വേണ്ടിയിട്ടുള്ള കഥകളുണ്ടായത്, ജയറാമിനെ വെച്ചിട്ടുള്ള പടങ്ങളുണ്ടായത്. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി എഴുത്തുകാർക്ക് ഉണ്ടാവേണ്ടതാണ്. നമ്മൾ ഒരേ രീതിയിലുള്ള അതല്ലാതെ വളരെ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള പ്രമേയങ്ങളായിട്ടൊക്കെയാണ്. അപ്പോൾ ഒരു പാളത്തിലല്ല, അനേകം പാളങ്ങളിൽ, ഒരു രൂപത്തിലല്ല, പല രൂപങ്ങളിൽ. എഴുത്തുകാരെന്ന് പറഞ്ഞാൽ ഒരു ബഹുരൂപിയാണ് എന്ന് തെളിയിക്കാനാണ് നമ്മുടെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇടയ്ക്ക് സഞ്ചാരത്തിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചോദ്യോത്തരം തുടങ്ങണം. തീരാറായി തോന്നുന്നു. 11:50 സമയം അല്ലേ? അപ്പോൾ സഞ്ചാര സാഹിത്യം, അതിനകത്തും ഇപ്പോൾ സ്കോട്ടിഷ് ദിനരാത്രങ്ങൾ പോലുള്ളൊരു പുസ്തകം എഴുതിയ ആളാണ്. അതുപോലെ ഏതേതോ സരണികൾ, അതുപോലെ അതെ അവാർഡ് കിട്ടിയ പുസ്തകമാണ്. അതൊക്കെ എഴുതിയിട്ടുള്ള ആൾ കൂടിയാണ് CV ബാലകൃഷ്ണൻ. അപ്പോൾ ഈ സഞ്ചാര സാഹിത്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ മലയാളികൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന SK പൊറ്റക്കാടിനെയാണ് തീർച്ചയായിട്ടും. SK
എഴുതിയിരുന്ന ഒരു കാലത്ത് നമുക്ക് ലോകത്തെക്കുറിച്ച് അറിയാനും ഉള്ള ഒരേ ഒരു മാർഗം ചിലപ്പോൾ ഈ എഴുത്തുകൾ മാത്രമായിരുന്നൊരു കാലമാണ്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് നമുക്ക് ബ്ലോഗർമാരുണ്ട്, സഞ്ചാര സാഹിത്യം വായിക്കേണ്ട കാര്യമല്ല, അതൊക്കെ വിഷ്വലായിട്ട് തന്നെ അവർ കാണിച്ചു തരും പല പ്രദേശങ്ങളും ഒക്കെ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് സഞ്ചാര സാഹിത്യം എഴുതുന്നത് മറ്റൊരു തരത്തിലുള്ള വെല്ലുവിളിയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സഞ്ചാര സാഹിത്യകാരൻ, ഞാനത് പറഞ്ഞു ഇന്നലെ CVയോട്, അത് ഒരാൾ എൻ്റെ വളരെ നേരത്തെ തന്നെ CV ബാലകൃഷ്ണൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്ന ചിന്തരവി എന്ന് നമ്മൾ വിളിക്കുന്ന രവീന്ദ്രൻ, പിൽക്കാലത്ത് എൻ്റെയും അടുപ്പമുള്ള ആളായി മാറി അദ്ദേഹം. രവീന്ദ്രൻ്റെ അകലങ്ങളിലെ മനുഷ്യർ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളൊരു ഫിക്ഷനൊക്കെ ചിലപ്പോൾ വീണ്ടും എടുത്ത് വായിക്കും, കവിത പേർത്തും വായിക്കും. എന്നാൽ ഒരു യാത്രാ വിവരണം ഞാൻ ചില ഇഷ്ടപ്പെട്ട ചാപ്റ്ററുകൾ തന്നെ വീണ്ടും വായിച്ചിട്ടുള്ളൊരു പുസ്തകം രവീന്ദ്രൻ്റെ അകലങ്ങളിലെ മനുഷ്യരാണ്. അതുപോലെയുള്ള സ്കെച്ചുകൾ, ദിഗാരുവിലെ ആനകൾ എന്ന് പറയുന്ന വളരെ ചെറിയൊരു പുസ്തകമുണ്ട്. എത്ര മനോഹരമായ പുസ്തകം. അതുപോലെ നമ്മൾ ഇന്ന് ഓർക്കുന്ന ഹിമാലയ യാത്രകൾ പലരും എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോഴും രാജൻ കാക്കനാടനെ ഓർക്കുന്നു, ഹിമവാൻ്റെ മുകൾ തട്ടിൽ, അതൊക്കെ ഓർക്കുന്നു. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വേറൊരു തരം ശൈലി യാത്രാ വിവരണത്തിൽ CV സ്വീകരിച്ചിട്ടുണ്ട്. അത് ഈ സ്കോട്ടിഷ് ദിനയാത്രങ്ങളുടെ ആമുഖം എഴുതിയത് PK രാജശേഖരനാണ്. രാജശേഖരൻ അതിൽ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം CV ബാലകൃഷ്ണൻ സ്കോട്ട്ലാൻഡിൽ ചെന്നിട്ട് അവിടെ കാണുന്നത്, നമ്മളെ കാട്ടിത്തരുന്നത് എല്ലാം തന്നെ അവിടുത്തെ സാഹിത്യവും അവിടുത്തെ കലയും അതിലൂടെയുള്ളൊരു യാത്രയാണ്. ആർതർ കൊനൻ ഡോയിൽ മുതലാണ് അത് പോകുന്നത്. ആർതർ കൊനൻ ഡോയിൽ തുടങ്ങുന്നു, വാട്ടർ സ്കോട്ടിലൂടെ പോകുന്നു, അങ്ങനെ ഏറ്റവും പുതിയ ഹാരി പോട്ടറിൻ്റെ JK റൗളിങ് വരെയുള്ള അങ്ങനെ ഒരു ലോകം, കലയുടെ ലോകം. ഇതൊക്കെ പറയുമ്പോൾ വിട്ടുപോയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതിവിടെ ഇപ്പോൾ ഹ്യൂമൻ ലൈബ്രറി എന്നൊരു സെഷൻ ഇപ്പോൾ ഈ ഹോർത്തൂസിലുണ്ട്. നമ്മളിപ്പോഴാണ് ഹ്യൂമൻ ലൈബ്രറി എന്താണെന്ന് കേട്ടു തുടങ്ങുന്നത്. അതായത് മനുഷ്യർ തന്നെ പുസ്തകങ്ങളായി മാറി അവരുടെ കഥ പറയുന്ന ഒരു സംഗതി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ CV ബാലകൃഷ്ണൻ്റെ എന്നും ഞായറാഴ്ചയായിരുന്നെങ്കിൽ എന്ന നോവൽ ഈ ഹ്യൂമൻ ലൈബ്രറിയാണ്. ഓരോ ഞായറാഴ്ചയും ഓരോരുത്തർ അവരുടെ കഥ പറയുന്നതാണ്. ഈ സ്കോട്ടിഷ് ദിനരാത്രങ്ങളിലും കഥ പറച്ചിൽ കേന്ദ്രത്തെക്കുറിച്ച്, സ്കോട്ട്ലാൻഡിലുള്ളൊരു കഥ പറച്ചിൽ കേന്ദ്രത്തെക്കുറിച്ച് മനുഷ്യൻ ഈ ഹ്യൂമൻ ലൈബ്രറി പോലുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും ഹ്യൂമൻ ലൈബ്രറി എന്ന് പറഞ്ഞ ആശയം 2000 ആണ്ടിലാണെന്ന് തോന്നുന്നു കോപ്പൻഹേഗനിലോ ഡെൻമാർക്കിലോ മറ്റോ ആണ് ഈ ഒരു ആശയം രൂപപ്പെടുന്നത്. അതിനുശേഷമാണ് ലോകം മുഴുവൻ ഇങ്ങനെ ഒരു ആശയത്തെക്കുറിച്ച് കേൾക്കുന്നത്. അതുപോലും സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള അതൊരു നോവലിൻ്റെ പ്രമേയമായി മാറ്റിയിട്ടുള്ള ഒരാളാണ് CV. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഈ മാറിയ കാലത്തെ സഞ്ചാര സാഹിത്യം PK രാജശേഖരൻ അതിൻ്റെ തുടക്കത്തിൽ പറയുന്നത്, ഞാൻ പറഞ്ഞത്, ഇതൊരു തരം ഒരു യാത്രയിലെ ഒരു സാഹിത്യ ആഖ്യാനമാണ് CV നടത്തുന്നത് എന്നുള്ളതാണ്. അതിലൊരു ഫിക്ഷൻ്റെ ആളുകൂടിയുണ്ട്. അത് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, യാത്രയിൽ നിന്ന് എത്രയോ ഫിക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജോൺ കോൺറാഡിൻ്റെ വളരെ പ്രസിദ്ധമായ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതൊരു അതിഗംഭീരമായ നോവലാണ്. ആഫ്രിക്കയുടെ പശ്ചാത്തലത്തിലുള്ള ഇമ്പീരിയലിസ്റ്റിനെതിരെ വരുന്നതൊക്കെ പറയാവുന്ന ഒരു നോവലാണ്. പക്ഷെ പിന്നീട് പറയുന്നത്, കോൺറാഡ് തന്നെ പിന്നീട് പറഞ്ഞിട്ടുള്ളത്, അത് കോങ്കോ നദിയിലൂടെ അദ്ദേഹം നടത്തിയ ഒരു യാത്രയിൽ നിന്നാണ് ആ ഫിക്ഷൻ ഉണ്ടാകുന്നത്. ഇങ്ങനെ യാത്രയിൽ നിന്ന് ഫിക്ഷൻ ഉണ്ടാവുകയും ഫിക്ഷനകത്ത് യാത്ര കടന്നു വരികയൊക്കെ ചെയ്യുന്ന തമ്മിലൊരു കണക്ഷനുണ്ട്. അപ്പോൾ പുതിയ കാലത്തെ ഒരു സഞ്ചാര സാഹിത്യം അല്ലെങ്കിൽ CV സ്വീകരിച്ചൊരു പാത അതിലെന്താണെന്ന് പറഞ്ഞിട്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ കൂടി ആവാം. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് ആലീസ് ഇൻ വണ്ടർലാൻഡ്. ആലീസ് ഇൻ വണ്ടർലാൻഡ് ഈ ലെവി കരോളിൻ്റെ, അവരുടെ യഥാർത്ഥ പേരല്ല. ആ പുസ്തകം ഉണ്ടായത് ഒരു യാത്രയിലാണ്. ഒരു ബോട്ട് യാത്രയിൽ ഈ ലെവി കരോള് അയാളുടെ 3 സഹോദരിമാരെയും കൂട്ടിയിട്ട്, അതിൽ ഒരാളുടെ പേര് ആലീസ് എന്നായിരുന്നു, പോകുമ്പോൾ ഈ കുട്ടികളുടെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു കേൾപ്പിച്ച കഥയാണ് ആലീസ് ഇൻ വണ്ടർലാൻഡ്. അപ്പോൾ ഈ ഒരു സഹോദരി അദ്ദേഹത്തോട് പറഞ്ഞു, ഇതൊന്നും പുസ്തകമായിട്ട് എഴുതിക്കൂടെയെന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പുസ്തക എഴുത്തുകാരനൊന്നും അല്ലെന്ന്. പക്ഷേ 2 വർഷം കൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഈ ക്ലാസിക് കൃതികളിൽ ഒന്നായിട്ട് ഞാൻ കരുതുന്നത് ആലീസ് ഇൻ വണ്ടർലാൻഡ്. അതേപോലെ ഈ നമ്മളെ ഒരു സ്ഥലങ്ങളിലേക്ക് പലപ്പോഴും ഈ കൊണ്ടുപോകുന്നത് അവിടുത്തെ സാഹിത്യമാണ് എന്നെ സംബന്ധിച്ച്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഏറ്റവും ചെറുപ്പത്തിലെ വായിച്ചു തുടങ്ങിയ ഒന്നാണ് ഷെർലക് ഹോംസിൻ്റെ. ആർതർ കോനൻ ഡോയലിനോട് എനിക്ക് അത്രയ്ക്ക് ആദരവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്കോട്ട്ലൻഡിലെ എഡിൻബറയിൽ ചെന്നിട്ട് ഞാൻ ആദ്യം പോയത് ഈ ആർതർ കോനൻ ഡോയലിൻ്റെ വീട്ടിലേക്കാണ്. ആ വീട് അവിടെ ഇല്ല, പക്ഷേ ആർതർ കോനൻ ഡോയൽ ജനിച്ചത് ഇവിടെയാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഫലകമുണ്ട് അവിടെ. പിന്നെ ഒരു ഷെർലക് ഹോംസിൻ്റെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു വലിയ. അപ്പോൾ അവിടെ റോഡ് പണി നടക്കുന്നത് കൊണ്ട് ആ പ്രതിമയില്ല. പിന്നെ ഞാൻ ഈ പ്രതിമ അന്വേഷിച്ച് ഒരുപാട് നടന്നു. എന്നിട്ട് അവസാനം ഒരു സ്ത്രീയോട്, പട്ടിയെ കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയോട് ഞാൻ ചോദിച്ചു, അല്ല ഇവിടെ ഒരു ഷെർലക് ഹോംസിൻ്റെ പ്രതിമ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇനി കണ്ടുപിടിക്കാൻ ഷെർലക് ഹോംസ് തന്നെ വരേണ്ടി വരുന്നതാണ് അവർ പറഞ്ഞു.
അത് അവിടെ നിന്ന് നമ്മൾ ലണ്ടനിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം ഞാൻ ഓർമ്മിക്കുന്നത് ഇവരെ വിക്ടോറിയ രാജ്ഞിയല്ല, ഞാൻ ഓർമ്മിക്കുന്നത് ചാൾസ് ഡിക്കൻസിനെയാണ്. ഞാൻ അവിടെ ആദ്യം ഞാൻ പോയത് ചാൾസ് ഡിക്കൻസിൻ്റെ വീട്ടിലേക്കാണ്, മ്യൂസിയം. അവിടെ ഒരു വയസ്സായ സ്ത്രീയുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വളരെ അകലെ നിന്ന് വരികയാണ്. അയാൾ ചാൾസ് ഡിക്കൻസ് മരിച്ചിട്ട് എത്രയോ കാലമായി, 200-ലധികം വർഷമായി. ആ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ കയ്യെഴുത്ത് പ്രതികളും ഒക്കെ അവിടെയുണ്ട്. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് വലിയ ഇഷ്ടമാണ് ഇംഗ്ലീഷ് ഭാഷയോട് എന്തെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ എഴുത്തിൻ്റെ ആൾക്കാർ അവസാനിപ്പിച്ചത് ഡിക്കൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഫോർ എവരിവെയർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബ്ലേക്ക് ഹൗസിലെ ഒരു നീണ്ട പരാമർശം പറഞ്ഞുകൊണ്ടാണ് ഞാൻ നടത്തുന്നത്. അപ്പോൾ അവിടെ ഡിക്കൻസിൻ്റെ പുസ്തകങ്ങൾ അവിടെയുണ്ട്. അതാണ് നമ്മളെ അവിടേക്ക് കൊണ്ടുപോകുന്നത്. അവിടുത്തെ ഈ മഹാസൗധങ്ങളല്ല, അവിടെയുള്ള ഈ കൊട്ടാരങ്ങളും അതല്ല, ഈ അതവിടെയുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ബ്രാം സ്റ്റോക്കറുടെ നോവൽ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഡ്രാക്കുള. അപ്പോൾ ലണ്ടൻ എന്ന് പറഞ്ഞാൽ ലണ്ടനെ കുറിച്ചിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള 2 എഴുത്തുകാർ, ഒന്ന് ഡിക്കൻസും ഒന്ന് ബ്രാം സ്റ്റോക്കറുമാണ്. ഈ കാർപ്പേത്യൻ മലനിരകളിൽ നിന്ന് ഡ്രാക്കുള ലണ്ടനിലേക്ക് പോയതിന് ശേഷം ഒരു മഞ്ഞുള്ള ഒരു പുലർക്കാലത്ത് കപ്പൽ വന്നെടുക്കുകയും ഡ്രാക്കുള പ്രഭു കൗണ്ട് ഡ്രാക്കുള ലണ്ടനിൽ വരികയും ചെയ്യുന്നു. പിന്നീട് ലണ്ടൻ നിവാസികൾ അനുഭവിച്ച ഭീതിയാണ് ആ നോവലിനെ പിന്നീട് കൊണ്ടുപോകുന്നത് മുഴുവൻ. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ച് ഈ സാഹിത്യകൃതികളാണ് എപ്പോഴും യാത്രയ്ക്ക് പ്രേരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ പൂർവ്വ യാത്രികർ എസ് കെയുടെ കാലത്ത് നമ്മൾ ജീവിച്ചാണ് എസ് കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. രവി എൻ്റെ വലിയ സുഹൃത്തായിരുന്നു. രവി ഓരോ യാത്ര കഴിഞ്ഞിട്ടും ഇങ്ങനെ എൻ്റെ ഇഷ്ടമാണ് അവിടെ ഇങ്ങനെയാണുള്ള ഇവിടെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വിചിത്രങ്ങളായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതിൽ ഒന്ന് ഞാനിവിടെ പറയുന്നതിൽ ക്ഷമിക്കണം, എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള ഇത് ഞങ്ങൾ പറഞ്ഞ് ചിരിക്കാറുണ്ടായിരുന്നു. ഈ ഉത്തരേന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് ഈ മഹുവ അവിടെ വാറ്റിയിട്ടുള്ള മദ്യം കഴിച്ചിട്ട് ബോധമില്ലാതെ കിടന്നുറങ്ങി. നേരം വെളുത്ത് കുറേ കഴിഞ്ഞിട്ടാണ് ഉണരുന്നത്. അപ്പോൾ ഈ തൊട്ടടുത്ത് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അതിസുഭകയായിട്ടുള്ള ഒരു സ്ത്രീ തൊട്ടടുത്ത് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ രവിയുടെ അടുത്ത വാചകം, എനിക്ക് കടുത്ത ഇച്ഛാഭംഗം തോന്നിയെന്നാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഈ ഭാഷയെ നിരന്തരം നവീകരിച്ച ഒരു എഴുത്തുകാരൻ, നമ്മുടെ ഭാഷയെയും അനുഭവങ്ങളെയും. അപ്പോൾ അതൊക്കെ നമ്മുടെ മുന്നിലൊരു മാതൃകയായിട്ടുണ്ട്. രവിയുടെ ഏറ്റവും വെല്ലുവിളി, മലയാളത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഗദ്യം എഴുതിയിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ് ഈ MP ശിവദാസ മേനോൻ്റെ മലബാറിലെ ശിക്കാർ പോലുള്ള കൃതി, ഇന്ദുചൂടൻ്റെ ആ പക്ഷികൾ, കേരളത്തിലെ പക്ഷികൾ പോലുള്ള കൃതി, അവയോടൊക്കെ കിടപിടിക്കുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള ആളാണ് രവി. അത് നമ്മൾ ഈ എഴുതുമ്പോഴും, നമ്മൾ ഈ യാത്രാവിവരണം എഴുതുമ്പോഴും ഇതേ വെല്ലുവിളിയുണ്ട്. സ്കോട്ടിഷ് യാത്രകൾ എഴുതുമ്പോഴും ഉണ്ട്. നിങ്ങൾ ഇപ്പം എഡിൻബറയെക്കുറിച്ച് നിങ്ങൾക്ക് യൂട്യൂബിൽ എത്രയോ വീഡിയോകൾ കാണാം. റോയൽ മൈൽ എന്താണെന്ന് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ അത് റോയൽ മൈലിലൂടെ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ട് കാണും. പക്ഷേ റോയൽ മൈലിലൂടെ നമ്മൾ നടക്കുന്നതും വേറൊരു അനുഭവമാണ്, നമ്മൾ യൂട്യൂബിൽ കാണുന്ന അനുഭവമല്ല അത്. അതിനെ എഴുതിയിട്ട് ഞാനത് എഴുതി അവസാനിപ്പിച്ച വാക്യം, എഡിൻബറ നടക്കാനുള്ള നഗരമാണെന്നാണ്. എഡിൻബറ ഈ കാണാനുള്ളതല്ല, അവിടെ വലിയ സൗധങ്ങളുണ്ട്, അതും ഇതൊക്കെ ഒക്കെ ഉണ്ട്. പക്ഷേ എഡിൻബറ നടക്കാനുള്ള നഗരമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നടന്നു പോവുകയാണ്, എഡിൻബറ നടക്കാനുള്ള നഗരമാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഈ കഥ എഴുതുമ്പോഴോ മറ്റ് രചനകൾ, സാഹിത്യ രചനകൾ നടത്തുമ്പോഴോ ഉള്ള ഒരു ഭാഷാപരമായിട്ടുള്ള സൂക്ഷ്മത, ഒരു പദധ്യാനം, വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വാക്കുകൾ അതിന് ഉപയോഗിച്ചതായിട്ട് രാജശേഖരൻ എഴുതിയിട്ടുണ്ട്. അതിന് ആ സൂക്ഷ്മത അതിലും യാത്രാവർണ്ണത്തിലും പുലർത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് വളരെ സ്ഥൂലമായിട്ടുള്ള വിവരണങ്ങളായിട്ട് മാറും. അപ്പോൾ എഡിൻബറോയിൽ നമ്മൾ ചെല്ലുമ്പോൾ, എഡിൻബറ രാത്രിയിൽ ചെല്ലുമ്പോൾ പകൽ പോലെ തോന്നി എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ തുടക്കത്തിൽ. പക്ഷെ നമ്മൾ ഇവിടെ പലപ്പോഴും യാത്രാവർണ്ണം എഴുതുമ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് തൊട്ട് വിവരണങ്ങൾ തുടങ്ങും. ഈ അതിനകത്തുള്ള കിട്ടിയ ഭക്ഷണ സാധനങ്ങൾ, അവിടെയുള്ള ഈ എയർ ഹോസ്റ്റസുമാരുടെ സൗന്ദര്യം, ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതൊന്നും ഇതിനകത്ത് യാതൊരു പ്രസക്തിയില്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ എവിടേക്കാണ് പോകുന്നത്, അതിൻ്റെ ഹൃദയം എന്താണ്, അത് നമ്മൾ കണ്ടെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഹൃദയം പോലെ തന്നെ
നഗരത്തിൻ്റെ ഹൃദയം, സ്ഥലത്തിൻ്റെ ഹൃദയം എന്താണ്, അതെങ്ങനെയാണ് സ്പന്ദിക്കുന്നത് എന്ന് കണ്ടെടുക്കുകയും അത് വാക്കുകൾ കൊണ്ട് ആവിഷ്കരിക്കുക എന്നുള്ളതാണ് യാത്രാവിവരണത്തിൽ എനിക്ക് എൻ്റെ പുസ്തകങ്ങളിൽ ഏതേതോ സരണികളിൽ അത് ബംഗാളിനെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. കൽക്കട്ടയിൽ പോകുന്നവർ പലരും അത് വായിക്കാറുണ്ട് സൂക്ഷ്മമായിട്ട്. അപ്പോൾ അവിടെ ഈ ഇത് നടത്തം കൽക്കട്ടയിൽ ഞാൻ നടക്കാത്ത വഴികളില്ല എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് അവകാശവാദം പറയുന്നത്. ഞാൻ നടന്നു പോകാത്ത വഴികളില്ല. ഈ ഒരു ചെറിയ ചോദ്യോത്തരത്തിന് സമയമുണ്ടെങ്കിൽ 1-2 ചോദ്യങ്ങളാവാം എഴുത്തുകാരനോടുള്ള. അതിനുശേഷം സാർ നമസ്കാരം. എനിക്ക് തോന്നുന്നു സാറിൻ്റെ യാത്രകളായിരിക്കും സാറിനെ ഈ സിനിമയോടും ബാക്കിയുള്ള ഇതിനോടൊക്കെ ഇത്ര അടുപ്പം കാണിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ താങ്കളെപ്പോലെ തന്നെ ചെറുപ്പത്തിൽ ഞാൻ ഈ യാത്ര തുടങ്ങിയ ഒരാളാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഫിലിം സൊസൈറ്റി ഞാനും ഫിലിം സൊസൈറ്റിയുടെ ഭാരവാഹിയായിരുന്നു. അനവധി ക്ലാസിക് ഫിലിംസ്, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ അജാന്ത്രിക്ക് പോലെയുള്ള ഫിലിംസും റേയുടെ തന്നെ പറയേണ്ട കാര്യമില്ല, അതുപോലെയുള്ള ഫിലിമൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെയല്ലേ സത്യം പറഞ്ഞാൽ താങ്കളെ സ്വാധീനിച്ചിരിക്കുന്നത്, എഴുത്തിനെ ഈ യാത്രയല്ലേ സ്വാധീനിച്ചിരിക്കുന്നത്? ഒത്തിരി ചോദിക്കാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട്. പിന്നെ ഒരു ചോദ്യം, താങ്കൾ ഏതെങ്കിലും ഒരു പക്ഷത്ത്, വലതുപക്ഷത്തോ ഇടതുപക്ഷത്തോ പക്ഷത്തോ നിൽക്കാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ശരിക്ക് കിട്ടേണ്ടതായ അംഗീകാരങ്ങൾ താങ്കൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഖേദപൂർവ്വം എനിക്ക് പറയേണ്ടി വരുന്നു. ഇത് സത്യമല്ലേ ഇത്? അല്ല, ഞാൻ അംഗീകാരങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എഴുതിയത്. ഇപ്പം ഇന്നലെ ആരോ ഇന്നലെ ഇവിടെ വെച്ച് വന്നപ്പോഴാരോ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതേവരെ വയലാർ പുരസ്കാരം ലഭിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ സ്ത്രീയോട് ഞാൻ പറഞ്ഞു, ഞാൻ വയലാർ പുരസ്കാരത്തിന് വേണ്ടിയല്ല എഴുതി തുടങ്ങിയത്. വയലാർ രാമവർമ്മ പത്രാധിപരായിട്ടുള്ള പ്രസിദ്ധീകരണത്തിൽ അന്വേഷണ മാസികയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. അന്ന് വയലാർ അവാർഡില്ല. പത്മരാജൻ്റെ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. പത്മരാജൻ പുരസ്കാരമില്ല. നമ്മൾ എഴുതുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമ്മൾ എഴുതുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ജീവിത അവസാനം വരെ അത് തുടരും. അതിനെ ഈ ഇത്തരം അംഗീകാരങ്ങൾ അതിൻ്റെ ഒരു രീതിയിലും അതിനെ ബാധിക്കുന്നില്ല, സ്വാധീനിക്കുന്നില്ല. ഇതിൻ്റെ അംഗീകാരങ്ങൾ അതിൻ്റെ വഴിക്ക് വരുന്നുണ്ടാവും, അതിനുവേണ്ടിയായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മൾ അതിൽ ഈ ഓരോ വർഷവും ഈ അവാർഡ് പ്രഖ്യാപിക്കുന്ന ദിവസം നെഞ്ചിടിപ്പോടുകൂടി ഇരിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് യാതൊരു നെഞ്ചിടിപ്പുമില്ല. അതിപ്പോൾ ഓരോ പുരസ്കാരങ്ങൾ, ഇപ്പോൾ നൊബേൽ പുരസ്കാരം വരുമ്പോഴും ഇതേപോലെ നെഞ്ചിടിപ്പോടുകൂടി അതിന് ചെവി ഓർക്കുന്ന ആൾക്കാരുണ്ടാവാം. അതല്ല, അത് ഒരു ഇതായിട്ടുള്ള കാര്യമല്ല. അത് അംഗീകാരം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നം. നമ്മുടെ കൃതികൾ നമ്മളിൽ വിചാരിക്കുന്ന ഒരു വായന സമൂഹത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നെ യാത്രകളാണ് ശരിക്കും നമ്മളെ നിർണ്ണയിക്കുന്നത്. എപ്പോഴും നമ്മൾ നവീകരിക്കപ്പെടുന്നത് യാത്രയിലൂടെ. ഞാൻ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കാർത്തിയുടെ ഒരു പുസ്തകമുണ്ട്, ദ റോഡ് എന്നാണ് പുസ്തകത്തിന്. നോവലിൻ്റെ പേര് തന്നെ റോഡാണ്. വളരെ രസമുള്ള ഒരു നോവലാണ്. ഒരു അച്ഛനും മകനും കൂടി റോഡിലൂടെ നടത്തുന്ന യാത്രയാണ് ആ പുസ്തകം. അതുപോലെ കുറേ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മൾ വയ്യാവുന്നത് വരെ യാത്ര ചെയ്യുക, വയ്യാതാവുന്നവരെ എഴുതുക. അത് നമ്മുടെ ഒരു ആത്മാവിഷ്കാരമാണ്, നമ്മൾ ജീവിക്കുകയാണ്. നമ്മുടെ ഹൃദയം സ്പന്ദിക്കുന്നത് പോലെ തന്നെയാണ് ആ എഴുത്ത് എന്ന് പറയുന്നത്. അതും ഈ തരത്തിലുള്ള ഒന്നും അതിനൊരു മാനദണ്ഡമേ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ പ്രസക്തമായ ഈ ഒറ്റ ചോദ്യത്തോടെ നിർത്താൻ തോന്നുന്നു. അടുത്ത സെഷനിൽ സച്ചിദാനന്ദ മാഷൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ടോ? ഒരു ചോദ്യം. ഓക്കെ സാർ, എൻ്റെ പേര് അമൽ എന്നാണ്. ഞാൻ SH കോളേജിൽ നിന്ന് വരുന്നു. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഈ ജെൻസി കുട്ടികളുടെ ഇടയിൽ വായനയുടെയും എഴുത്തിൻ്റെയും ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അങ്ങയുടെ കാഴ്ചപ്പാട് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഈ പുതിയ ആൾക്കാർ എത്രത്തോളം വായിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ശരിക്കും. കാരണം നമ്മളൊക്കെ വളരെ ചെറുപ്പം തൊട്ട് തന്നെ വായിച്ചു തുടങ്ങിയ ആൾക്കാരാണ്. ഈ ലോക സാഹിത്യത്തിൻ്റെ ഒപ്പം ഒന്ന് സഞ്ചരിക്കണമെങ്കിൽ വലിയ പാടാണ്. നമ്മൾ പറഞ്ഞ പോലെ ചാൾസ് ഡിക്കൻസിൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചു തീർക്കണമെങ്കിൽ തന്നെ കുറേ കൊല്ലങ്ങൾ വേണം. ഹെമിംഗ്വേയുടെ പുസ്തകങ്ങൾ വായിച്ചു തീർക്കണം, കൊല്ലങ്ങൾ വേണം. ഡോസ്റ്റോവസ്കിയുടെ പുസ്തകങ്ങൾ, ടോൾസ്റ്റോയുടെ പുസ്തകങ്ങൾ, ഷോളക്കോവിൻ്റെ പുസ്തകം, ഇതൊക്കെ വായിച്ചു തീർക്കണമെങ്കിൽ ഒരുപാട്. ഇത്രയും പുസ്തകങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് പുസ്തകങ്ങൾ കണ്ടിട്ട് ചിലർ ചോദിക്കുകയാണ്, ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിച്ചതാണോന്നു. അപ്പോൾ ആ പുസ്തകങ്ങളല്ല, അതിൻ്റെ എത്രയോ അധികം പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു താല്പര്യം, നമ്മൾ ഈ എഴുതപ്പെട്ട പുസ്തകങ്ങളോടുള്ള താല്പര്യം, അതിലുള്ള ജീവിതം എന്താണെന്ന് അറിയാനുള്ള അതിൻ്റെ നിഗൂഢത എന്താണെന്ന് അറിയാനുള്ള ഒരു താല്പര്യം എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് നിരന്തരമായൊരു പ്രക്രിയയായിട്ട് നടക്കുമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നടത്തുമായിരുന്നു ഈ എഴുത്തിൻ്റെ ഒപ്പം.
മറ്റുള്ളവരുടെ എഴുത്തിൻ്റെ കൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള പരിമിതികൾ ഉണ്ട്. അപ്പോൾ MD പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത്രയൊക്കെ കഴിയൂ. കാരണം MD ഒരു വലിയ വായനക്കാരനായിരുന്നു. എനിക്ക് ഏറ്റവും പ്രചോദനമായിട്ട് നിന്ന ഒരു മനുഷ്യനായിരുന്നു MT വാസുദേവൻ. വായിക്കാൻ എന്നോട് കാണുമ്പോൾ ചോദിക്കുന്നത് അത് വായിച്ചോ, ഇപ്പം ഫ്ലഷ് ഇറങ്ങി ബുക്ക് പ്രസ് ഇട്ട് അത് വായിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ഏറ്റവും പുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവണം. നമ്മൾ അത് വായിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് എഴുത്തുകാരുടെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് MT ആണ്. ട്രൂമാൻ കപ്പൂട്ടി എന്ന് പറയുന്ന ഒരാൾ, പ്രമോദ്യ അനന്തത്തോറിനെ കുറിച്ച്, കസന്ത് സാഗിസിനെ കുറിച്ച്, ഇതൊക്കെ അദ്ദേഹമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ചിലപ്പോൾ വേദികളിൽ വെച്ചിട്ട്, ചിലപ്പോൾ സൗഹൃദ സംഭാഷണത്തിനിടയിൽ വെച്ചിട്ട്. പക്ഷേ അതൊരു വേറെ തരത്തിലുള്ള യാത്ര, നിരന്തര യാത്രയാണ് ഈ പുസ്തകങ്ങളിലൂടെയുള്ള യാത്ര. അതും സത്യം തേടിയിട്ടുള്ള യാത്രയാണ്, ജീവിതം തേടിയിട്ടുള്ള യാത്രയാണ് നമ്മൾ പുസ്തകങ്ങളിലൂടെയും നടത്തുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഈ 3 പാളത്തിലൂടെ ഓടിത്തീർത്തത്. ഈ തീവണ്ടി ഇവിടെ തീരുകയാണ് ഈ സെഷൻ. നന്ദി, നമസ്കാരം.